Hello students, we start with plus 2 economics. You know there are two textbooks. One is introductory microeconomics, the other is introductory macroeconomics. One paper, two parts. Okay, these two parts are introductory micro and introductory macroeconomics. These are the two parts. They are really the branches of economics. Okay, today we discuss the first chapter in introductory microeconomics. Okay, then we move to the second test, that is macro, introductory macro. I think you know what is economics. If I ask a question to you, what is economics? You can definitely answer it. Okay. How the term economics was originated, the origin of economics, that we have to first of all discuss. Okay, the term economics is really derived from a Greek word, oikonomia. Greek word is oikonomia. What's the meaning of oikonomia? Household management or rule of the household. That is the meaning of oikonomia, Greek origin. Okay. And in the olden days, economics was known as political economy. Okay. അപ്പോൾ അതിൻ്റെ പേര് പൊളിറ്റിക്കൽ ഇക്കോണമി കേട്ടോ, ഇക്കോണമി എന്നായിരുന്നു പണ്ട് ആദ്യം ഇത് അറിയപ്പെടുന്നത്. കാരണം ഇത് സ്റ്റേറ്റിൻ്റെ ഒരു ഭാഗമാണ്. ഈ പോലീസ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ആണല്ലോ പൊളിറ്റിക്കൽ ഇക്കോണമി. അത് പൊളിറ്റിക്കൽ ഇക്കോണമി ശരിക്കും അതായത് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റ് തന്നെ വരുന്നത് സ്റ്റേറ്റ് എന്നുള്ള വേർഡിൽ നിന്നാണ്. പോലീസ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് എന്നാണ്. ഓക്കെ, ഗ്രീക്ക് വേർഡാണ്. അപ്പോൾ പൊളിറ്റിക്കൽ ഇക്കോണമി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പക്ഷേ പിന്നീട് അതിനെ മാറ്റിയിട്ട് എക്കണോമിക്സ് എന്ന പേര് കൊടുത്തു. പൊളിറ്റിക്കൽ ഇക്കോണമി വാസ് ചേഞ്ച്ഡ് ഇൻ ടു എക്കണോമിക്സ്. ആൽഫ്രഡ് മാർഷൽ, എ ഫേമസ് എക്കണോമിസ്റ്റ്, ഹൂ ചേഞ്ച്ഡ് ദ വേർഡ് പൊളിറ്റിക്കൽ ഇക്കോണമി ഇൻ ടു എക്കണോമിക്സ്. Okay, you know the father of economics. Who is father of economics? Adam Smith is the father of economics. Adam Smith, the Scottish economist, is considered to be the father of economics. Okay, അപ്പോൾ എക്കണോമിക്സിൻ്റെ ഫാദർ നമ്മൾ വയ്ക്കുന്നത്. അപ്പോൾ നമ്മളൊരു സബ്ജക്റ്റ് പഠിക്കുമ്പോൾ ആദ്യം ഫാദറിനെ പഠിക്കണം അല്ലേ, ആണ് എൻ്റെ ഫാദർ നമ്മൾ അറിയണ്ടേ. അപ്പോൾ ശരിക്ക് ആഡം സ്മിത്താണ് ഫാദർ ഓഫ് എക്കണോമിക്സ്. അപ്പോൾ ഈ എക്കണോമിക്സിന് പലതരത്തിലുള്ള ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. മെയിൻലി ദർ ആർ 4 ഡെഫിനിഷൻസ് ഇൻ എക്കണോമിക്സ്. അപ്പോൾ നമ്മളൊരു ജനറൽ വ്യൂ തരാൻ വേണ്ടിയാണ്. ഇത് നമുക്ക് യഥാർത്ഥത്തിൽ സ്റ്റഡി മെറ്റീരിയൽ സ്പെസിഫൈ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ എങ്കിലും നമ്മൾക്കൊന്ന് പറഞ്ഞു പോകണം. കാരണം എക്കണോമിക്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ജനറൽ വ്യൂ കിട്ടണമല്ലോ. അതിന് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഡെഫിനിഷൻസ് എന്ന് പറയുന്നത് 4 എണ്ണമുള്ളൂ. വെൽത്ത് ഡെഫിനിഷൻ, വെൽഫെയർ ഡെഫിനിഷൻ, സ്കേഴ്സിറ്റി ഡെഫിനിഷൻ ആൻഡ് ഗ്രോത്ത് ഡെഫിനിഷൻ. ദീസ് ആർ ദ 4 ഡെഫിനിഷൻസ് ഓഫ് എക്കണോമിക്സ്. അപ്പോൾ എക്കണോമിക്സിന് എത്ര ഡെഫിനിഷൻസ് ആവുള്ളത്? 4. ഈ 4 ഡെഫിനിഷനിൽ ആദ്യ ഡെഫിനിഷൻ വെൽത്ത്. അതാണ് ഞാൻ പറഞ്ഞത്. ആഡം സ്മിത്ത് വാസ് റിയലി എന്താണ് ഫൗണ്ടർ ഓഫ് വെൽത്ത് ഡെഫിനിഷൻ. വെൽത്ത് ഡെഫിനിഷൻ ഫൗണ്ടർ ആണെന്ന് വെച്ചാൽ നമ്മൾ പറയും. അത് വെൽത്ത് ഡെഫിനിഷൻ ആദ്യമായിട്ട് കൊണ്ടുവന്ന ആരാണ്? ആഡം സ്മിത്ത് ആണ്. അപ്പോൾ ആഡം സ്മിത്ത് ഡിഫൈൻഡ് എക്കണോമിക്സ് ഇൻ ടേംസ് ഓഫ് വെൽത്ത്. സോ ദിസ് ഡെഫിനിഷൻ ഇസ് കാൾഡ് വെൽത്ത് ഡെഫിനിഷൻ. അദ്ദേഹം പറഞ്ഞു economics is a study of wealth. How wealth is earned, how wealth is spent. That is the subject matter of economics according to Adam Smith. അപ്പോൾ ആഡം സ്മിത്ത് എങ്ങനെയാണ് ധനം സമ്പാദിക്കുന്നത്, അതെങ്ങനെ വിനിയോഗിക്കുന്നു എന്ന് പഠിക്കുന്നു എക്കണോമിക്സ്. മനസ്സിലായോ? അതാണ് വെൽത്തിനെ കുറിച്ചുള്ള പഠനമാണ് ധനസമ്പാദനം. അതുകൊണ്ട് നമ്മൾ മലയാളത്തിൽ പറയുന്ന ധനതത്വശാസ്ത്രം എന്നാണ് മലയാളത്തിൽ എക്കണോമിക്സിന് പറയുന്നത്. എക്കണോമിക്സിന് ആളുകൾ പറയുന്നത് ധനതത്വശാസ്ത്രം അല്ലേ, ധനതത്വശാസ്ത്രം. ധനം ഉണ്ടാക്കുന്നു, അത് നമ്മൾ വിനിയോഗിക്കുന്നു നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി. അതാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അത് മാത്രമാണോ എക്കണോമിക്സ് അല്ലേ? ധനസമ്പാദനം മാത്രമേ ഇതിൽ വരുന്നുള്ളൂ?
അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു നമുക്ക് പറയാം ഒരു 18th സെഞ്ച്വറി കാലഘട്ടത്തിലാണ് ഇത് വരുന്നത്, ഈ ഡെഫിനിഷൻ കൊണ്ടുവരുന്നത്. അതായത് 1776 ഈ ഡെഫിനിഷൻ വരുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഡെഫിനിഷനിൽ പറയുന്നത് ഇത്രയാണ്. അത് നമുക്ക് ഉണ്ടോ ഒരു ടേബിളായിട്ട് കാണിക്കാം നമുക്കത്. അപ്പം 4 ഡെഫിനിഷൻസ് ഉള്ളതില്ല. ഒന്ന് വെൽത്ത് ഡെഫിനിഷൻ എന്ന് പറയും, അത് ആഡം സ്മിത്താണ് കൊണ്ടുവരുന്നത് കേട്ടോ. നെയിം ഓഫ് എക്കണോമിസ്റ്റ് ആഡം സ്മിത്ത്. ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തു. ഹി പബ്ലിഷ്ഡ് എ ബുക്ക്, ഫേമസ് ബുക്ക്. എന്താണെന്നറിയാം, ആൻ എൻക്വയറി ഇൻ ദ നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻസ് എന്ന പുസ്തകമാണ്. വെൽത്ത് ഓഫ് നേഷൻസ് കണ്ടോ, അത് പബ്ലിഷ് ചെയ്യുന്നത് 1776 ഇയർ ഓഫ് പബ്ലിക്കേഷൻ. അതിലാണ് അദ്ദേഹം ആ ഒരു ഡെഫിനിഷൻ കൊടുത്തത്. അപ്പോൾ ആഡം സ്മിത്ത് കൊടുത്ത ഡെഫിനിഷൻ, ആ പുസ്തകത്തിൻ്റെ പേര് നമ്മൾ ഷോർട്ട് ഫോമിൽ പറയും, അബ്രിവിയേറ്റഡ് ഫോം ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ബുക്ക് ഈസ് വെൽത്ത് ഓഫ് നേഷൻസ് എന്ന് മാത്രമാണ് പറയും, മനസ്സിലായില്ലേ? അതാണ് കണ്ടോ, അതാണ്. അപ്പോൾ നമ്മൾ ശരിക്കും അതിൻ്റെ ഫുള്ളായിട്ട് പറയുമ്പോൾ നാച്ചുറൽ ആൻഡ് കോസ്റ്റ് വെൽത്ത് ഓഫ് നേഷൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് അദ്ദേഹം അങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് വേറെ ഡെഫിനിഷൻ കൊണ്ടുവന്നു. ആരെന്നറിയോ? ആൽഫ്രഡ് മാർഷൽ. അദ്ദേഹം ഇംഗ്ലീഷ് എക്കണോമിസ്റ്റാണ്, ഫേമസ് ആയിട്ടുള്ളൊരു എക്കണോമിസ്റ്റാണ്. അദ്ദേഹം കൊണ്ടുവന്ന ഡെഫിനിഷനാണ് വെൽഫെയർ ഡെഫിനിഷൻ. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ആഡം സ്മിത്ത് പറഞ്ഞത് വെൽത്ത് മാത്രമാണെന്നാണ് പറഞ്ഞത്, വെൽത്തിനെ കുറിച്ചുള്ള പഠനമെന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം എന്ത് ചെയ്യുന്നറിയാമോ? ആൽഫ്രഡ് മാർഷൽ അതിനൊരു മാറ്റം വരുത്തി. അത് നല്ലൊരു മാറ്റമായിരുന്നു. എന്താണെന്നറിയോ? ഹി ഷിഫ്റ്റഡ് ദ എംഫസിസ് ഫ്രം വെൽത്ത് ടു വെൽഫെയർ. കണ്ടോ, ഹ്യൂമൻ വെൽഫെയർ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് മനുഷ്യൻ്റെ ക്ഷേമത്തിനല്ലേ പ്രാധാന്യം കൊടുക്കേണ്ടത്, അല്ലേ? അപ്പോൾ വെൽത്ത് എന്ന് പറയുന്നത് ഒരു പ്രൈമറി തിങ് അല്ല. വെൽത്ത് ഈസ് നോട്ട് എ പ്രൈമറി തിങ്. പ്രൈമറി തിങ് ഈസ് വെൽഫെയർ ഓഫ് ദ പീപ്പിൾ. നമ്മുടെ ഗവൺമെൻറ് എല്ലാം എന്തിനാണ് ട്രൈ ചെയ്യുന്നത്? നമ്മുടെ ഇപ്പോൾ ഗവൺമെൻറ് ഉണ്ട്, ഒരു സ്ട്രോങ് ഗവൺമെൻറ് ഉണ്ട് നമ്മുടെ രാജ്യത്ത്, അല്ലേ, ഇന്ത്യയിൽ. അതുപോലെ മിക്കുള്ള രാജ്യങ്ങളിലെല്ലാം ഗവൺമെൻറ് ഉണ്ട്. അപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ പ്രധാന ധർമ്മം എന്താണ്? ടു പ്രൊട്ടക്ട് ദ വെൽഫെയർ ഓഫ് ദ പീപ്പിൾ. ദാറ്റ്സ് എ മെയിൻ ഡ്യൂട്ടി ഓഫ് എവറി ഫങ്ഷൻ ഓഫ് എവറി ഗവൺമെൻറ്, അല്ലേ? അപ്പോൾ ഒരു ഇക്കോണമിയിൽ ഗവൺമെൻറ്റിൻ്റെ പ്രധാന ഡ്യൂട്ടി അതാണ്. അപ്പോൾ വെൽഫെയർ ആസ്പെക്ട്സിന് നമ്മൾ പ്രാധാന്യം കൊടുക്കണം. ഓക്കെ, അതാണ് ആൽഫ്രഡ് മാർഷൽ ചെയ്തത്. ആൽഫ്രഡ് മാർഷൽ അപ്പം വെൽഫെയർ ഐഡിയയാണ് കൊണ്ടുവന്നത് എക്കണോമിക്സിൽ. വെൽഫെയർ ഡെഫിനിഷൻ എന്ന് പറയും. അദ്ദേഹം പറഞ്ഞ പുസ്തകത്തിൻ്റെ പേര് പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് എന്ന പുസ്തകം പബ്ലിഷ് ചെയ്തത്. അത് 1890 അത് പബ്ലിഷ് ചെയ്യുന്നത്. കണ്ടോ, ഏകദേശം ഒരു നൂറ്റാണ്ട് കഴിഞ്ഞു, അല്ലേ? ഒരു നൂറ്റാണ്ട് കഴിഞ്ഞിട്ടുള്ള, കണ്ടേ, 1776 കഴിഞ്ഞിട്ട് 1890 അത് വരുന്നത്. അതുവരെ വെൽത്ത് ഡെഫിനിഷൻ ഭയങ്കരമായിട്ട് പ്രശസ്തി ആയിട്ട് അങ്ങ് നിന്നു. എല്ലാവരും വിശ്വസിച്ച് പോകുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം വെൽഫെയർ. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എക്കണോമിക്സ് എന്ന് പറയുന്നത്, അല്ലേ, സ്റ്റഡി ഓഫ് ഹ്യൂമൻ വെൽഫെയർ. വെൽത്തിന് 2ാം സ്ഥാനം. പക്ഷേ വെൽത്ത് വേണം, നമുക്ക് വെൽഫെയർ ഉണ്ടാവുമ്പോൾ വെൽത്ത് വേണമെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ആണ് അതിൽ വരുന്ന ആ ഡെഫിനിഷൻ. ഓക്കെ, വെൽഫെയർ ആസ്പെക്റ്റിന് പ്രാധാന്യം കൊടുത്തു. മെറ്റീരിയൽ റിക്വസിറ്റ്സ് ഓഫ് വെൽ ബീയിങ് എന്ന് അദ്ദേഹം പറഞ്ഞു. മെറ്റീരിയൽ റിക്വസിറ്റ്സ് നമുക്ക് വേണം. മെറ്റീരിയൽ തിങ്സ് ആർ നീഡഡ് ഫോർ ദി വെൽഫെയർ ഓഫ് ദ പീപ്പിൾ. ജനങ്ങളുടെ വെൽഫെയറിന് വേണ്ടി മെറ്റീരിയൽ റിക്വസിറ്റ്സ് നമ്മൾ കളക്ട് ചെയ്യണം, അത് നമ്മൾ എന്താണ് സമ്പാദിക്കണം, മനസ്സിലായല്ലേ? മെറ്റീരിയലല്ല, ഭൗതിക വസ്തുക്കൾ. അവിടെ ഭൗതികത്തിന് മാത്രം പ്രാധാന്യം കൊടുത്തു അവർ. അതാണ് വേറൊരു പ്രശ്നം. ഭൗതിക വസ്തുക്കൾക്കാണ് പ്രാധാന്യം കൊടുത്തത്. അതല്ല ഈ നമ്മുടെ സർവീസസ് അവിടെ വരുന്നതല്ല. ഇമ്മെറ്റീരിയൽ തിങ്സുകൾക്ക് അവർക്ക് പ്രാധാന്യം കൊടുത്തില്ല. അതൊരു വേറൊരു പ്രശ്നമാണ്, അതൊരു ഡിഫക്റ്റും കൂടിയാണ്. അത് കഴിഞ്ഞ് 3ാമതെന്ന ഡെഫിനിഷൻ കുറച്ചുകൂടെ നല്ലൊരു ഡെഫിനിഷനാണ്. അതെന്തറിയോ? സ്കേഴ്സിറ്റി ഡെഫിനിഷൻ എന്ന് പറയും. എന്താണ് സ്കേഴ്സിറ്റി ഡെഫിനിഷൻ? അത് പറഞ്ഞത് ലയണൽ റോബിൻസ് എന്ന് പറയുന്ന എക്കണോമിസ്റ്റാണ് അത് കൊണ്ടുവരുന്നത്. ലയണൽ റോബിൻസ് ഇൻട്രൊഡ്യൂസ്ഡ് എന്താണ് സ്കേഴ്സിറ്റി ഡെഫിനിഷൻ ഓഫ് ഇക്കണോമിക്സ്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേര് ആൻ എസ്സേ ഓൺ ദ നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ഇക്കണോമിക്സ്, അല്ലെങ്കിൽ ഇക്കണോമിക് സയൻസ് എന്നാണ്. ആൻ എസ്സേ ഓൺ ദി നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ഇക്കണോമിക്സ് എന്ന പുസ്തകമാണ്. അത് 1932 പബ്ലിഷ് ചെയ്യുന്നത്. കേട്ടോ, വീണ്ടും ഏകദേശം ഒരു നൂറ്റാണ്ട് കഴിഞ്ഞു. കണ്ടോ, അത് കഴിഞ്ഞിട്ട് അപ്പോൾ അദ്ദേഹത്തിന് ഈ ഡെഫിനിഷൻ വളരെ പ്രധാനമാണ്. അദ്ദേഹം പറഞ്ഞ എന്തറിയോ? ഇക്കണോമിക്സ് സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ആസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എൻസ് ആൻഡ് സ്കേഴ്സ് മീൻസ് വിച്ച് ഹാവ് ഓൾട്ടർനേറ്റീവ് യൂസേഴ്സ് എന്ന് പറഞ്ഞു. ഇറ്റ് ഇസ് വാട്ട് ഇസ് ഫേമസ് ഡെഫിനിഷൻ. അത് ഏറ്റവും വളരെ നല്ലൊരു ഡെഫിനിഷനായിരുന്നു. കാരണം ഇത് മറ്റ് രണ്ടുപേരെക്കാളും വളരെ, അല്ലേ, സുപ്പീരിയർ ആയിട്ടുള്ള ഡെഫിനിഷനാണെന്ന് പറയാൻ സാധിക്കും. ഇറ്റ്സ് എ സുപ്പീരിയർ ഡെഫിനിഷൻ കമ്പയർഡ് ടു വെൽത്ത് ആൻഡ് വെൽഫെയർ ഡെഫിനിഷൻസ്. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു സുപ്പീരിയർ ഡെഫിനിഷൻ. അതിലെന്ത് പറഞ്ഞത് എന്താണെന്നറിയോ? ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ്. കറക്റ്റ് അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നമ്മുടെയൊക്കെ വാണ്ട്സുകൾ എന്താണ്? നമ്മുടെ ആവശ്യങ്ങൾ അൺലിമിറ്റഡ് അല്ലേ? ദർ ഇസ് നോ എൻഡ്, അല്ലേ? വാണ്ട്സ് ആർ എൻഡ്ലെസ്. വാണ്ട്സുകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല.
മനസ്സിലായല്ലേ? ശരിയല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെയൊക്കെ ആവശ്യങ്ങൾ എപ്പോഴെങ്കിലും അവസാനിക്കും? 100 ആവശ്യങ്ങൾ നമുക്കുണ്ട്. When one want is satisfied, another one arises. When that is satisfied, another one arises. When that one is satisfied, another one arises. അല്ല, എങ്ങനെ വന്നുകൊണ്ടിരിക്കും? മൾട്ടിഫീരിയസ്, എൻഡ്ലെസ്, ജസ്റ്റ് ലൈക്ക് വേവ്സ്. ആവശ്യങ്ങൾ വേവ്സിനെ പോലെയാണ്, മൾട്ടിഫേരിയസ് ആണ്, എൻഡ്ലെസ് ആണ്, ഒരിക്കലും അവസാനിക്കുന്നില്ല. അൺലിമിറ്റഡ് ഹ്യൂമൻ വാണ്ട്സ്. മനസ്സിലായോ? അതേസമയം the resources to satisfy the human wants are scarce or limited. പക്ഷേ റിസോഴ്സുകൾ എന്താണ്? സ്കേഴ്സ് ആണ്, അല്ലെങ്കിൽ ലിമിറ്റഡ് ആണ്. വിഭവങ്ങൾ ലിമിറ്റഡ് ആണ്. മനസ്സിലായില്ല? ഇപ്പം വിഭവം, മണി ഒരു വിഭവമാണ്. മണിയാണ് പ്രധാന വിഭവം എന്ന് പറയുന്നത്. അത് പ്രധാന വിഭവമാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ആകെ 1000 രൂപയേ ഉള്ളൂ വിചാരിച്ചോ. ഈ 1000 രൂപ വെച്ചിട്ട് എനിക്ക് കുറേ ആവശ്യങ്ങളുണ്ട്, ഒരു 10 ആവശ്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഈ 1000 രൂപ വെച്ചിട്ട് ഈ 10 ആവശ്യങ്ങൾ എനിക്ക് നിറവേറ്റാൻ പറ്റുമോ? ഞാൻ കിടന്ന് ഓടും, അല്ലേ, ചുറ്റിപ്പോയി. അപ്പോൾ ഞാനപ്പോൾ എന്ത് ചെയ്യും? സെലക്ട് ചെയ്യും. ഐ വിൽ സെലക്ട് ദ ഇമ്പോർട്ടൻ്റ്, അല്ലേ, വാണ്ട്സ്. അപ്പോൾ ചോയ്സ് വരും ഇവിടെ. അപ്പോൾ എക്കണോമിക്സ് ചോയ്സ് മേക്കിംഗ് ആണ്. മനസ്സിലല്ലേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഇത്രയാണ്: വാണ്ട്സ് ആർ അൺലിമിറ്റഡ്, റിസോഴ്സ് ആർ സ്കേഴ്സ് ഓർ ലിമിറ്റഡ്, ആൻഡ് റിസോഴ്സസ് ഹാവ് ഓൾട്ടർനേറ്റീവ് യൂസസ്. കണ്ടോ? അദ്ദേഹം പറഞ്ഞത് റിസോഴ്സുകൾക്ക് ഓൾട്ടർനേറ്റീവ് യൂസസ് ഉണ്ടെന്ന് പറഞ്ഞു. കണ്ടോ? അപ്പോൾ ഓൾട്ടർനേറ്റീവ് യൂസസ് റിസോഴ്സുകളുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഈ 3 സ്വഭാവങ്ങളാണ് നമുക്കുള്ളത്. അപ്പോൾ ഈ 3 എക്കണോമിക് പ്രോബ്ലം ഉണ്ടാക്കുന്നത്. നമ്മൾ എക്കണോമിക് പ്രോബ്ലം പഠിക്കും കേട്ടോ. അപ്പോൾ എക്കണോമിക് പ്രോബ്ലം ഉണ്ടാക്കുന്ന ഈ 3 സ്വഭാവങ്ങൾ ഏതൊക്കെയാണ്? അൺലിമിറ്റഡ് ഹ്യൂമൻ വാണ്ട്സ്, പിന്നെ ലിമിറ്റഡ്, അല്ലേ, റിസോഴ്സസ്, ആൻഡ് ആൾട്ടർനേറ്റീവ് യൂസസ് ഓഫ് റിസോഴ്സസ്. ദീസ് ആർ 3 റീസൺസ് വിച്ച് ലീഡ് ടു ഇക്കണോമിക് പ്രോബ്ലം. അത് ഇക്കണോമിക് പ്രോബ്ലത്തിലേക്ക് വഴിതെളിക്കുന്ന 3 കാരണങ്ങളാണ്. അപ്പോൾ എന്ത് നല്ല കറക്റ്റ് ഡയമെൻഷൻ നോക്കി നോക്കി. ഹ്യൂമൻ ബിഹേവിയർ കറക്റ്റായിട്ട് പറയുന്നല്ലേ? ഏതുമായിട്ട് റിലേറ്റഡ് ആണത്? ഹ്യൂമൻ ബിഹേവിയർ, അതാണ് സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ആസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എൻസ് എന്ന് വെച്ചാൽ വാണ്ട്സ്, സ്കേഴ്സ് മീൻസ് എന്ന് വെച്ചാൽ റിസോഴ്സസ്. അപ്പം സ്കേഴ്സ് റിസോഴ്സസ് വിച്ച് ഹാവ് ആൾട്ടർനേറ്റീവ് യൂസസ്, അല്ലെ? ആൾട്ടർനേറ്റീവ് യൂസുള്ള സ്കേഴ്സ് റിസോഴ്സിനെ കുറിച്ചും മനുഷ്യൻ്റെ ആവശ്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പഠനമാണ് എക്കണോമിക്സ് എന്ന് പറഞ്ഞു ലയണൽ റോബിൻസ്. അത് നല്ലൊരു ഡയമെൻഷനാണ്. അതിനെ സ്കേഴ്സിൻ്റെ ഡയമെൻഷൻ എന്ന് പറയും. അപ്പോൾ 3 റീസൺസ് അവിടെ പറഞ്ഞു അദ്ദേഹം. ആ 3 റീസൺസും എക്കണോമിക് പ്രോബ്ലത്തിൻ്റെ റീസൺസുമാണ്. മനസ്സിലായല്ലേ? ചോയ്സും വരും. എക്കണോമിക്സ് സ്റ്റഡി വെച്ചു. അപ്പോൾ എക്കണോമിക്സ് ഡയമെൻഷൻ തന്നെ കൊടുക്കുന്നത് അങ്ങനെയാണ്. എക്കണോമിക്സിൻ്റെ ഡയമെൻഷൻ നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഇതിനെ ബേസ് ചെയ്താണ് കൊടുക്കുന്നത്, അല്ലേ? ഹൗ ദ റിസോഴ്സസ്, സ്കേഴ്സ് റിസോഴ്സ് ആർ അലോക്കേറ്റഡ് ഇൻ ദ ബെസ്റ്റ് പോസിബിൾ മാനർ, അല്ലേ? സോ ടു മീറ്റ് ദ നീഡ്സ് ആൻഡ് വാണ്ട്സ് ഓഫ് ദ പീപ്പിൾ. ജനങ്ങളുടെ നീഡ്സും വാണ്ട്സുകളും, അല്ലേ, അത് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി എങ്ങനെ റിസോഴ്സുകൾ വിനിയോഗിക്കാം, പരമാവധി വിനിയോഗിക്കാം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്, അല്ലേ? അപ്പോൾ അൺലിമിറ്റഡ് വാണ്ട്സുകൾ നമ്മൾ മീറ്റ് ചെയ്യുക നമ്മുടെ ലക്ഷ്യമാണ്, ഒരു ഇക്കോണമിയുടെ ലക്ഷ്യവുമാണ്. അപ്പോൾ അത് ഒരു നല്ലൊരു ഡയമെൻഷനാണ് ഇപ്പോൾ കൊടുക്കുക. ഈ ആദ്യം പറഞ്ഞ 2 ഇനങ്ങളും. പിന്നെ ഗ്രോത്ത് കോൺസെപ്റ്റ് കൊണ്ടുവന്നു പ്രൊഫസർ സാമുൽസൺ എന്ന് പറയുന്ന എക്കണോമിസ്റ്റാണ്. ഗ്രോത്ത് കോൺസെപ്റ്റ് അത് പറയുന്നത് എന്താ അറിയുക, എക്കണോമിക് ഗ്രോത്തും കൂടെ ഇവിടെ വേണം. ശരിക്കും പറഞ്ഞാൽ ഈ സാമുൽസൺ പറഞ്ഞത് നമ്മുടെ ലയണൽ റോബിൻസിൻ്റെ ഡയമെൻഷൻ തന്നെയാണ്. അതിനെ കുറച്ചുകൂടെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തെന്നേ ഉള്ളൂ. കുറച്ചുകൂടെ ഒന്ന് അദ്ദേഹം ഒരു മോഡിഫിക്കേഷൻ വരുത്തി. എങ്ങനെ? അതിൽ അദ്ദേഹം ഗ്രോത്ത് ആസ്പെക്റ്റൂടെ ആഡ് ചെയ്ത് കൊടുത്തു. മറ്റേ ശരിക്കും ലയണൽ റോബിൻസിൻ്റെ ഡയമെൻഷനിൽ ഗ്രോത്ത് ആസ്പെക്റ്റ് വന്നിട്ടില്ല. അപ്പോൾ എക്കണോമിക് ഗ്രോത്ത് എന്ന് വെച്ചാൽ GDP വർദ്ധിക്കണം, അല്ലേ? ഗ്രോത്ത് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, the money value of all the goods and services produced in a country during a year, that is called gross domestic product. അത് വർധന വേണം, അല്ല അപ്പോൾ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഗ്രോത്തിലേക്കുള്ള പഠനമാണ്. അപ്പോൾ പ്രസൻറ്റിനെ കുറിച്ച് വേണം, അല്ലേ, നമ്മുടെ പ്രസൻറ്റ് ഫ്യൂച്ചറും മനസ്സിലാക്കണം, അല്ലേ? ഫ്യൂച്ചറിനെ കുറിച്ച് ഗ്രോത്ത് എപ്പോഴും ഫ്യൂച്ചറോട് റിലേറ്റഡ് ആണ്. സാമ്പത്തിക വളർച്ച ഉണ്ടാകുന്നത് ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. സേവിങ്സ് വേണം, ഇൻവെസ്റ്റ്മെൻറ്റ് വേണം, അല്ലേ? അങ്ങനെ ഗ്രോത്ത് റേറ്റ് ആക്സിലറേറ്റ് ചെയ്യണം. വി ഹാവ് ടു, അല്ലെ, ആക്സിലറേറ്റ് ദ ഗ്രോത്ത് റേറ്റ് ഓഫ് ദ ഇക്കോണമി. കണ്ടോ? അങ്ങനെയാണ്. അപ്പോൾ എക്കണോമിക്സ് അപ്പോൾ എന്താ ചെയ്യുന്നത്? ഇറ്റ് ഈസ് ആൻ എൻക്വയറി ടു ആക്സിലറേറ്റ് ദ റേറ്റ് ഓഫ് ഗ്രോത്ത് ആൻഡ് പ്രൊമോട്ട് സോഷ്യൽ വെൽഫെയർ. അതുവഴി സോഷ്യൽ വെൽഫെയർ ഉണ്ടാക്കാം, അല്ലേ? അങ്ങനെ റേറ്റ് ഓഫ് ഗ്രോത്ത് ആക്സിലറേറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ എക്കണോമിക്സിലെ പഠനമെന്ന്, അല്ലേ? ആര് പറഞ്ഞു? ആരാ പറഞ്ഞ? ലയണൽ റോബിൻസ് എന്ന് പറയുന്ന എക്കണോമിസ്റ്റാണ്
അത് പറഞ്ഞു. അപ്പോൾ 4 ഡെഫിനിഷനാണുള്ളത്. അപ്പം മനസ്സിലായിക്കോ, ഈ 4 ഡെഫിനിഷനാണ് എക്കണോമിക്സിൽ പ്രധാനപ്പെട്ടത്. അപ്പോൾ അദ്ദേഹം ഗ്രോത്ത് ഡെഫിനിഷൻ കൊണ്ടുവന്ന എക്കണോമിക്സ് എന്ന പുസ്തകത്തിൽ തന്നെയാണ്. എക്കണോമിക്സ് എന്നൊരു പുസ്തകം തന്നെ വന്നിട്ടുണ്ട്. ആ പുസ്തകം ശരിക്കും വരുന്നത് 64ലാണ്. സാമുവൽസൺ ആണത് കൊണ്ടുവരുന്നത്. മനസ്സിലായല്ലേ? അപ്പോൾ ഇത്രയുമാണ്. അപ്പോൾ ഏറ്റവും മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള കോംപ്രഹെൻസീവ് ഡെഫിനിഷൻ ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും വിച്ച് ഈസ് ദ കോംപ്രഹെൻസീവ് ഡെഫിനിഷൻ ഓഫ് എക്കണോമിക്സ്, സാമുവൽസൺസ് ഗ്രോത്ത് ഡെഫിനിഷൻ എന്ന് നമ്മൾ പറയും. ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷനാണ്, കോംപ്രഹെൻസീവ് ഡെഫിനിഷനാണ് ഗ്രോത്ത്. മനസ്സിലായല്ലേ? ഡെഫിനിഷൻ. അപ്പോൾ അവിടെ എക്കണോമിക് ഗ്രോത്ത് സ്കേഴ്സിറ്റി പ്രോബ്ലം അവിടെ പറയുന്നുണ്ട് അദ്ദേഹം. പ്രസൻറ്റിനെ ഫ്യൂച്ചറിനെ കുറിച്ച് പറയുന്നുണ്ട്. നമുക്കിപ്പോൾ പ്രസൻറ്റ് ജനറേഷൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതിയോ? പോരാ അല്ലേ? ഫ്യൂച്ചറിനും പ്രാധാന്യം കൊടുക്കണം. ഫ്യൂച്ചർ ജനറേഷൻ്റെ അല്ലേ ആവശ്യങ്ങൾ മീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സംവിധാനങ്ങൾ കണ്ടെത്തണം. അതാണ് ഗ്രോത്ത് ആസ്പെക്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായി പറഞ്ഞേ? അപ്പോൾ അത് നമ്മളിതിൽ പ്രാധാന്യം കൊടുക്കണം. അതാണ് സാമുവൽസൺ പറഞ്ഞത്. അപ്പോൾ ഇതാണ് എക്കണോമിക്സിൻ്റെ ഒരു ജനറൽ വ്യൂ ആണ് ഞാൻ തന്നത് അല്ലേ? അപ്പോൾ എക്കണോമിക്സിൽ അപ്പോൾ യഥാർത്ഥത്തിൽ ശരിക്കും പറഞ്ഞാൽ 2 ബ്രാഞ്ചുകൾ വരും. ദർ ആർ 2 ബ്രാഞ്ചസ് ഇൻ എക്കണോമിക്സ്. എക്കണോമിക്സ് നമുക്ക് 2 ബ്രാഞ്ചുകളാക്കി തിരിക്കാം. അതും പറഞ്ഞുകൊണ്ട് ബാക്കി അതിലേക്ക് പോകാം. അപ്പോൾ 2 ബ്രാഞ്ചുകൾ എക്കണോമിക്സിനുണ്ട്. അപ്പോൾ നമ്മൾ ഡെഫിനിഷൻ കൊടുക്കുമ്പോൾ ഈ 2 എലമെൻറ്റുകളും അതിൽ വരണം. ഈ 2 ബ്രാഞ്ചിലുമുള്ള എന്താണ് അതിൻ്റെ സ്കോപ്പ്, അതിൽ അതിൻ്റെ എന്താണ് ഏരിയ ഓഫ് സ്റ്റഡി അല്ലേ? വിച്ച് ഈസ് ദ ഏരിയ ഓഫ് സ്റ്റഡി. അതാണ് സ്കോപ്പ് എന്ന് പറയുന്നത്. ഈ 2 ബ്രാഞ്ചിലുമുള്ള അല്ലേ ഏരിയ ഓഫ് സ്റ്റഡി കവർ ചെയ്തുകൊണ്ടാണ് നമ്മൾ എക്കണോമിക്സിലൂടെ ഡെഫിനിഷൻ കൊടുക്കുക. അപ്പോൾ എക്കണോമിക്സിലൂടെ എപ്പോൾ ഡെഫിനിഷൻ കൊടുത്താലും ഇത് 2ഉം കൂടെ നമ്മൾ കവർ ചെയ്തുകൊണ്ടേ കൊടുക്കാറുള്ളൂ. അങ്ങനെ കവർ ചെയ്ത് കൊടുക്കും. അപ്പോൾ നമുക്ക് നോക്കാം ബ്രാഞ്ചസ് ഓഫ് എക്കണോമിക്സ് എന്താണെന്നറിയോ? ഇക്കണോമിക്സ് ഈസ് ബ്രോഡ്ലി ഡിവൈഡഡ് 2 ബ്രാഞ്ചസ്. എക്കണോമിക്സ് 2 പ്രധാന ബ്രാഞ്ചുകളാണുള്ളത്. അത് ഏതൊക്കെയാണെന്നറിയോ? മൈക്രോ എക്കണോമിക്സ് ഒരു ബ്രാഞ്ച്, അനദർ ബ്രാഞ്ച് മാക്രോ എക്കണോമിക്സ്. ശരിക്കും ഇതും വരുന്നതും ഗ്രീക്കിൽ നിന്നാണ് കേട്ടോ. എല്ലാം ഇപ്പം എക്കണോമിക്സ് വന്നതും എക്കണോമിക്സും ഗ്രീക്ക് ഒറിജിൻ ആണല്ലോ. എക്കണോമിയ അല്ലേ? ഹൗസ് ഹോൾഡ് മാനേജ്മെൻറ്റ്, നമ്മുടെ ഗൃഹഭരണം. ആ ഗൃഹഭരണമാണ് പിന്നെ എക്കോണമിയിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തത് അല്ലേ? അപ്പോൾ അത് ശരിക്കും എക്കണോമിക്സായി. അങ്ങനെയാണല്ലോ എക്കണോമിക്സ് ആവുന്നത്. ഗൃഹത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നതെല്ലാം. അപ്പോൾ ഈ മൈക്രോ എന്ന് പറയുന്നത് മൈക്രോസ് എന്ന വേർഡിൽ നിന്നാണ് വരുന്നത്. മൈക്രോസ് ഗ്രീക്ക് വേർഡ്. അപ്പോൾ മൈക്രോസ് എന്ന് പറഞ്ഞാൽ സ്മാൾ എന്നാണ് അത്രേ. അപ്പോൾ ശരിക്കും എന്താണ് മൈക്രോ എക്കണോമിക്സ്? അപ്പോൾ എന്താണ്? ഇറ്റ് ഈസ് ദി ബ്രാഞ്ച് ഓഫ് എക്കണോമിക്സ് വിച്ച് ഡീൽസ് വിത്ത് ഇൻഡിവിജ്വൽ യൂണിറ്റ്സ്. അത് ഇൻഡിവിജ്വൽ യൂണിറ്റ്സിനെ കുറിച്ച് പഠിക്കുന്നു. ഇൻഡിവിജ്വൽ യൂണിറ്റ്സാണ്. ഇറ്റ് ഈസ് ആൾസോ കാൾഡ് പ്രൈസ് തിയറി. പ്രൈസ് തിയറി എന്ന് വിളിക്കാം. ഡിമാൻഡുമായിട്ട് ബന്ധപ്പെട്ട തിയറിയാണത്. കോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട തിയറിയാണ്. കോസ്റ്റ് തിയറി, ഡിമാൻഡ് തിയറി, പ്രൈസ് തിയറി. പ്രധാനപ്പെട്ട പ്രൈസ് തിയറി എന്നുള്ള ആ വേർഡ് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത് ഏതിനാണ്? മൈക്രോ എക്കണോമിക്സ്. മൈക്രോ എക്കണോമിക്സ് എപ്പോഴും ഒരു പ്രൈസ് തിയറി ആയിരിക്കും. മനസ്സിലായല്ലേ? പ്രൈസുമായിട്ടുള്ള കാര്യം. അത് പ്രൈസ് ഡിറ്റർമിനേഷൻ ഓരോ അല്ലേ പ്രോഡക്ട്സിൻ്റെയും ഇൻഡിവിജ്വൽ അല്ലേ പ്രോഡക്ട്സ് അല്ല പ്രൈസ് ഡിറ്റർമിനേഷനാണ് അവിടെ നമ്മൾ പ്രധാനമായിട്ട് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാം അവിടെ എന്താണ് ഡിറ്റർമിനേഷൻ ഓഫ് പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഇൻ ദ ഇൻഡിവിജ്വൽ മാർക്കറ്റ്. ഓരോ ഇൻഡിവിജ്വൽ മാർക്കറ്റിൻ്റെയും പ്രൈസുകളെയും ഔട്ട്പുട്ടിൻ്റെയും ഡിറ്റർമിനേഷനോടെ വരുന്നത്. അതാണ് അതിൻ്റെ പ്രധാന അല്ലേ. അപ്പോൾ യൂണിറ്റ് ഓഫ് സ്റ്റഡി എന്താണ്? ഇൻഡിവിജ്വൽ. അപ്പോൾ മാക്രോ എന്തായിരിക്കും? നേരെ തിരിച്ചങ്ങ് പറഞ്ഞു മതി. ഇൻഡിവിജ്വൽ അല്ല, ആഗ്രിഗേറ്റ്സ്. അപ്പോൾ മാക്രോയിൽ ആഗ്രിഗേറ്റ്സുകളാണ് വരുന്നത്, മൈക്രോയിൽ അതല്ല. അപ്പോൾ മാക്രോ എക്കണോമിക്സിന് ഡയമെൻഷൻ കൊടുക്കുക. എന്താണെന്നറിയാം? ഇറ്റ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് എക്കണോമിക്സ് വിച്ച് ഡീൽസ് വിത്ത് ഇറ്റ് ഡീൽസ് വിത്ത് ആഗ്രിഗേറ്റ്സ്. മറ്റേത് ഇൻഡിവിജ്വൽ യൂണിറ്റ്സ്, ആഗ്രിഗേറ്റ്സ്. അപ്പോൾ അത് നമ്മൾക്ക് ജോൺ മെയ്നാർഡ് കെയ്ൻസ് എന്ന് പറഞ്ഞൊരു എക്കണോമിസ്റ്റ് ഉണ്ട്. JM കെയ്ൻസ് എന്നാണ് അത് അറിയപ്പെടുന്നത്. ഈസ് ദ ഫാദർ ഓഫ് മാക്രോ എക്കണോമിക്സ്. മാക്രോ എക്കണോമിക്സിൻ്റെ ഫാദറായിട്ട് അറിയപ്പെടുന്നത് JM കെയ്ൻസ് ആണ്. അതേസമയം മൈക്രോ എക്കണോമിക്സിനെ പോപ്പുലറൈസ് ചെയ്താരെന്നറിയോ? ആൽഫ്രഡ് മാർഷലാണ്. മൈക്രോ എക്കണോമിക്സിനെ പോപ്പുലാരിറ്റി ഉണ്ടാക്കിക്കൊടുത്ത എക്കണോമിസ്റ്റ് ആൽഫ്രഡ് മാർഷലും മാക്രോ എക്കണോമിക്സിൻ്റെ ഫാദർ എന്ന് തന്നെ വിളിക്കുന്നത് ആരെയാണ്? JM കെയ്ൻസിനെയാണ്. അപ്പോൾ അതിനെ നമുക്ക് ഇൻകം തിയറി എന്ന് വിളിക്കാം. നാഷണൽ ഇൻകത്തിൻ്റെ പഠനമാണ്. ഔട്ട്പുട്ട്, ഇൻകം ആൻഡ് ഔട്ട്പുട്ട്, ടോട്ടൽ ഇൻകം, ആഗ്രിഗേറ്റ് ഇൻകം ആൻഡ് ഔട്ട്പുട്ട്, അതാണ് അവിടെ പഠിക്കുന്നത്.
അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ, യൂണിറ്റ് ഓഫ് സ്റ്റഡി എന്താണ്, ഡിഫറൻസ് നോക്കാം. ഒന്ന് ഇൻഡിവിജ്വൽ, മറ്റേതിൽ ആഗ്രിഗേറ്റ്. മനസ്സിലായല്ലേ? മെത്തേഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ മൈക്രോ എക്കണോമിക്സിൽ പാർഷ്യൽ ഇക്വിലിബ്രിയമാണ്, പാർഷ്യൽ ഇക്വിലിബ്രിയം പഠിക്കുകയുള്ളൂ. മറ്റേ ജനറൽ ഇക്വിലിബ്രിയം അനാലിസിസ് ആണ് അവിടെ വരുന്നത്. ജനറൽ ഇക്വിലിബ്രിയം പഠിക്കും. വ്യൂ പോയിൻ്റ് നോക്കുകയാണെങ്കിൽ മൈക്രോ എന്ന് പറയുന്ന വേംസ് ഐ വ്യൂ ആണ്, ഒരു വേമിൻ്റെ ഐ വ്യൂ ആണത്. ഒരു വേമിൻ്റെ കണ്ണുകൾ കൊണ്ട് വളരെ ഇതല്ല, മൈന്യൂട്ടല്ല, വളരെ മൈക്രോ അല്ല, വേമിനെ കാണാൻ പോലും പറ്റില്ല. വേമിൻ്റെ ഐ വ്യൂ എന്ന് പറയുന്നത് എന്ന് പറയാൻ സ്മാൾ യൂണിറ്റ്സുകളുടെ പഠനമാണ് വരുന്നത്. അതുകൊണ്ടാണ് വേംസ് ഐ വ്യൂ എന്ന് പറയുന്നത്. അതേസമയം മാക്രോ എന്താണ്, ബേർഡ്സ് ഐ വ്യൂ ആണ്. ബേർഡിൻ്റെ ഐ അത് കുറച്ചുകൂടെ വലുതാണ് അല്ലേ, കാണാൻ പറ്റും. അത് ആഗ്രിഗേറ്റ്സ് ആണ്, ലാർജ് ആഗ്രിഗേറ്റ്സ് എന്ന് പറയുമ്പോൾ നാഷണൽ ഇൻകം. മറ്റേ ഇപ്പം സ്മാൾ യൂണിറ്റ് എന്ന് പറയുന്നത് അറിയാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇൻകം ഓഫ് ആൻ ഇൻഡിവിജ്വൽ, ഒരു വ്യക്തിയുടെ ഇൻകം പഠിക്കുന്നു വിചാരിച്ചു. സ്റ്റഡി ഓഫ് എ പർട്ടിക്കുലർ മാർക്കറ്റ്, ഒരു പർട്ടിക്കുലർ മാർക്കറ്റ്, ഇപ്പോൾ മോണോപ്പൊളി മാർക്കറ്റിനെ കുറിച്ച് പഠിക്കുന്നു വിചാരിച്ചു. കുത്തക കമ്പോളം, മോണോപോളിസ്റ്റിക് കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്, അതൊക്കെ നമ്മൾ പഠിക്കും, അതൊക്കെ നമ്മൾ വിശദമായിട്ട് പഠിക്കും. അതിനെക്കുറിച്ച് പഠിക്കുന്നു വിചാരിച്ചു. ഒരു പർട്ടിക്കുലർ മാർക്കറ്റിനെ കുറിച്ചുള്ള പഠനമാണ് അല്ലേ. ഡിമാൻഡ് ഫോർ എ പ്രോഡക്റ്റ്, ഒരു പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് പഠിക്കുന്നു. സപ്ലൈ ഓഫ് എ പ്രോഡക്റ്റ്, ഒരു പ്രോഡക്റ്റിൻ്റെ സപ്ലൈയെക്കുറിച്ച് പഠിക്കുന്നു. ഇതൊക്കെ ഇൻഡിവിജ്വൽ സ്റ്റഡികളാണ് അല്ലേ. സാലറി ഓഫ് എ ടീച്ചർ, ഇതൊക്കെ എക്സാമിന് ചോദിക്കുന്നതാണ് അല്ലേ. സാലറി ഓഫ് എ ടീച്ചർ, ഒരു ടീച്ചറിൻ്റെ സാലറി. സ്റ്റഡി ഓഫ് എ ഫേം, ഒരു ഫേമിൻ്റെ പഠനം. റിസോഴ്സ് അലോക്കേഷൻ ഇസ് ദ മെയിൻ ഏരിയ ഓഫ് സ്റ്റഡി ഓഫ് മൈക്രോ എക്കണോമിക്സ്. മൈക്രോ എക്കണോമിക്സിൻ്റെ പ്രധാന ഏരിയ ഓഫ് സ്റ്റഡി റിസോഴ്സ് അലോക്കേഷനാണ്. കണ്ടോ? അപ്പം മെത്തേഡ് പാർഷ്യലും ഇത് ജനറലും ഇക്വിലിബ്രിയം. ഒന്ന് വ്യൂ പോയിന്റിൽ വേംസ് ഐ വ്യൂ ആണ്, മറ്റേ ബേർഡ്സ് ഐ വ്യൂ ആണ്. മനസ്സിലായാലും അങ്ങനെ നമുക്ക് കൊടുക്കാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ മൈക്രോ എക്കണോമിക്സിലെന്ന് പറയുന്നത് പ്രൈസ് ഡിറ്റർമിനേഷൻ ആൻഡ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്, പ്രൈസ് ഡിറ്റർമിനേഷനും റിസോഴ്സിൻ്റെ അലോക്കേഷനുമാണ് പഠിക്കുന്നത്. അതേസമയം മറ്റടുത്ത് എന്തായിരിക്കും, ഡിറ്റർമിനേഷൻ ഓഫ് ജനറൽ പ്രൈസ് ലെവൽ ആൻഡ് ഔട്ട്പുട്ട്. അവിടെ ജനറൽ പ്രൈസ് ലെവലും ഔട്ട്പുട്ടും ഡിറ്റർമിനേഷൻ. അപ്പം ഡിറ്റർമിനേഷൻ എന്താണ്, ഒന്ന് അല്ലേ പ്രൈസസ്. ഇവിടെ മൈക്രോ എക്കണോമിക്സിലെ പ്രൈസസ് ആണ്. പ്രൈസ് ആസ് എ ഇൻഡിവിജ്വൽ മാർക്കറ്റിലാണെന്ന് പറയാം പ്രൈസ്. മറ്റേത് അങ്ങനെയല്ല, ജനറൽ പ്രൈസ് ലെവൽ. ഇപ്പോൾ ജനറൽ പ്രൈസിൽ ഇൻക്രീസ് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുന്നു. ജനറൽ പ്രൈസിൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇൻഫ്ലേഷൻ ആവും, ഡിക്രീസ് ചെയ്യുമ്പോൾ ഡീഫ്ലേഷൻ ആവും. അപ്പോൾ ഇൻഫ്ലേഷൻ ഡീഫ്ലേഷനൊക്കെ എൻ്റെ പഠനത്തിൽ വരും മാക്രോയിൽ. മനസ്സിലായില്ലേ? അതിൻ്റെ ഔട്ട്പുട്ടിനെ കുറിച്ച് പഠിക്കും. അതാണ് അതിൽ വരുന്നത്. അപ്പോൾ ഇവിടുത്തെ മൈക്രോയിലെ സെൻട്രൽ പ്രോബ്ലം എന്ന് പറയുന്നത് എന്താണ്, ഡിറ്റർമിനേഷൻ അല്ലേ, പ്രൈസ് ഡിറ്റർമിനേഷൻ ആൻഡ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് എന്ന് പറയും. മറ്റത് ഡിറ്റർമിനേഷൻ ഓഫ് ലെവൽ ഓഫ് ഇൻകം ആൻഡ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറയാം മാക്രോയിൽ. മൈക്രോയെ പ്രൈസ് തിയറി എന്ന് പറയും, മാക്രോ ഇൻകം തിയറി, ഇൻകം ആൻഡ് എംപ്ലോയ്മെൻറ്റ് തിയറി എന്ന് പറയാറുണ്ട്. ഇൻകം തിയറി എന്നറിയപ്പെടും. അപ്പോൾ എൻ്റെ എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ, മൈക്രോയുടെ എക്സാം ഡിമാൻഡ് ഫോർ എ പെൻ കണ്ടോ, ഇതൊക്കെ എക്സാമിന് ചോദിച്ചതാണ്. സാലറി ഓഫ് എ പേഴ്സൺ, യൂട്ടിലിറ്റി ഓഫ് എ കമ്മോഡിറ്റി. ഇപ്പോൾ ഒരു കമ്മോഡിറ്റി യൂട്ടിലിറ്റി എന്ന് പറയുന്നത് എന്താണെന്നറിയോ, വാണ്ട് സാറ്റിസ്ഫൈങ് കപ്പാസിറ്റി. ഒരു കമ്മോഡിറ്റിയുടെ വാണ്ട് സാറ്റിസ്ഫൈങ് കപ്പാസിറ്റി, വാണ്ട് സാറ്റിസ്ഫൈ ഉള്ള കപ്പാസിറ്റി. ദ വാണ്ട് സാറ്റിസ്ഫൈങ് കപ്പാസിറ്റി ഓഫ് എ കമ്മോഡിറ്റി ഈസ് കാൾഡ് യൂട്ടിലിറ്റി. അതിന് യൂട്ടിലിറ്റി കോസ്റ്റ് അല്ല, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നമ്മൾ പഠിക്കുമല്ലോ, കോസ്റ്റ് ആസ്പെക്റ്റ് ഒക്കെ പഠിക്കും. അപ്പോൾ അതല്ല ഇതിൽ വരുന്ന പണം. അപ്പോൾ റിസോഴ്സ് അലോക്കേഷൻ ഇതിൽ വരുമെന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ പ്രധാന ഏരിയ ഓഫ് സ്റ്റഡിയാണ്. സാലറി ഓഫ് എ ടീച്ചർ കണ്ട, ഡിമാൻഡ് ഫോർ പെൻ, സപ്ലൈ ഓഫ് എ കമോഡിറ്റി, ഇതെല്ലാം വരും. മാർക്കറ്റ് എ ഫേം, ഒരു ഫേമിനെ കുറിച്ച് പഠിക്കുന്നു, മാർക്കറ്റിനെ കുറിച്ച് പഠിക്കുന്നു. കൺസ്യൂമർ ബിഹേവിയറിനെ കുറിച്ച് പഠിക്കുന്നു. ഇതെല്ലാം എക്സാമ്പിളായിട്ട് കൊടുക്കുക. മാക്രോയുടെ എക്സാമ്പിൾ നാഷണൽ ഇൻകം, നാഷണൽ കണ്ടോ, നാഷണൽ, ആഗ്രിഗേറ്റ്, ടോട്ടൽ. ഈ വാക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഉടനെ മനസ്സിലായിക്കോണം, ആ മാക്രോ ആണ്. നാഷണൽ ഔട്ട്പുട്ട്, അല്ലെങ്കിൽ നാഷണൽ ഇൻകം, നാഷണൽ എക്സ്പെൻഡിച്ചർ അല്ലേ, പബ്ലിക് ഡെറ്റ്, പൊതുക്കടം, ഇൻ്റർനാഷണൽ ട്രേഡ് അല്ലേ, എക്സ്പോർട്സ് ആൻഡ് ഇമ്പോർട്ട്സ്, ടോട്ടൽ എക്സ്പോർട്സ് ആൻഡ് ഇമ്പോർട്ട്സ്, അതുമായിട്ട് ബന്ധപ്പെട്ട പഠനങ്ങൾ ഇൻ്റർനാഷണൽ ട്രേഡുമായിട്ട്. ഗവൺമെൻറ് പോളിസി, ഗവൺമെൻറ്റ്സ് ഇക്കണോമിക് പോളിസി, ഗവൺമെൻറ് പോളിസികളെല്ലാം മാക്രോ ആണ്. സെൻട്രൽ ബാങ്ക്സ് മോണിറ്ററി പോളിസി മാക്രോ. സെൻട്രൽ ബാങ്ക്സ് പോളിസി, ഗവൺമെൻറ്റ്സ് പോളിസി. നമ്മുടെ സെൻട്രൽ ബാങ്ക്, നമ്മുടെ ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതിൻ്റെ പോളിസികളൊക്കെ മാക്രോയിൽ വരും. നാഷണൽ അല്ലേ, അത് നാഷണൽ.
അപ്പോൾ നാഷണൽ എന്നുള്ള വേർഡ് വരാം, ആഗ്രിഗേറ്റ് എന്നുള്ള വേർഡ് കാണും, ടോട്ടൽ ഇത് കണ്ട ഉടനെ മനസ്സിലായി കാണും. എല്ലാം മാക്രോ അല്ല, ആഗ്രിഗേറ്റ് സ്റ്റഡി ഓഫ് ദി ഇക്കോണമി ആസ് എ ഹോൾ, എലഫൻ്റ് യൂണിറ്റ്സ് ഓഫ് ദി ഇക്കോണമി. അത് എലഫൻ്റ് യൂണിറ്റ്സാണ്, വലിയ യൂണിറ്റുകളാണ്. എലഫൻ്റ് പോലെ ആന വലുപ്പമാണ്, വലുപ്പം, അതാണ് എലഫൻ്റ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. എലഫൻ്റ് യൂണിറ്റ്സുകളെ കുറിച്ചാണ് പഠിക്കുന്നത്, അല്ലേ? അത് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, മൈക്രോ എക്കണോമിക്സ് ഈസ് ദി സ്റ്റഡി ഓഫ് ട്രീസ് ഇൻ ദ ഫോറസ്റ്റ്. ഒരു ഫോറസ്റ്റിൽ കുറേ ട്രീസ് ഉണ്ട്, മരങ്ങളുണ്ട്. ആ മരങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് മൈക്രോ എങ്കിൽ മാക്രോ എന്തായിരിക്കും എന്നറിയോ? സ്റ്റഡി ഓഫ് ദി ഫോറസ്റ്റ് ഇറ്റ് സെൽഫ്. ആ ഫോറസ്റ്റിനെ കുറിച്ച് തന്നെ അങ്ങ് പഠിക്കുകയാണ്. പക്ഷേ ആ കാട്ടിലുള്ള ഓരോ മരങ്ങളെ എടുത്തെടുത്ത് പഠിക്കണം, അത് മൈക്രോ. അങ്ങനെ ഒരു ബാഴ്സൺ അങ്ങനെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് ഇതിനെക്കുറിച്ച്, മൈക്രോയും മാക്രോ എന്നുള്ള ഡിഫറൻസിനെ. അപ്പോൾ കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് പറയാൻ സാധിക്കും, കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നത്, അല്ലേ? കണ്ടു. അപ്പോൾ അതാണ് എക്സാമ്പിൾ. അപ്പോൾ ഇതാണ് മൈക്രോ മാക്രോ, മനസ്സിലായോ? അപ്പോൾ മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും നമ്മൾ ആദ്യം പഠിച്ചു പോകുമ്പോൾ ഇതാണ്. ഇത് കഴിഞ്ഞ് നമുക്ക് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് പഠിക്കേണ്ടത് ആദ്യം എക്കണോമിക്സിനെ കുറിച്ച് ഒരു ജനറൽ വ്യൂ നമ്മൾ മനസ്സിലാക്കണം, അല്ലേ? അത് നമ്മൾ മനസ്സിലാക്കി. അത് കഴിഞ്ഞ് നമ്മൾ പഠിക്കുന്നത് മൈക്രോ മാക്രോ ഡിഫറൻസ്, രണ്ട് ബ്രാഞ്ചുകൾ. അത് കഴിഞ്ഞ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ അനാലിസിസ്, എക്കണോമിക് അനാലിസിന് രണ്ടൊക്കെ തിരിക്കുന്നുണ്ട്. പോസിറ്റീവ് എക്കണോമിക്സും നോമിനേറ്റീവ് എക്കണോമിക്സും അത് നമ്മൾ മനസ്സിലാക്കും. അത് കഴിഞ്ഞിട്ട് സെൻട്രൽ പ്രോബ്ലംസിനെ കുറിച്ച് മനസ്സിലാക്കുന്നു. സെൻട്രൽ പ്രോബ്ലംസ് പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കുന്നത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന ഒരു സാധനമാണ്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് നമ്മൾ പഠിക്കും. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. പിന്നെ നമ്മൾ ഓർഗനൈസേഷൻ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ്. അപ്പോൾ ഇത്രയാണ് ഇതിൽ നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്നത്. ഇപ്പം ഞാൻ ജനറലായിട്ട് എക്കണോമിക്സിനെ കുറിച്ച് പറഞ്ഞു തരാം. ഇനിയാണ് ഞാൻ നിങ്ങൾക്ക് അതിൽ ശരിക്കും ആ ടോപ്പിക്കിനെ കുറിച്ചുള്ള ഒരു വ്യൂ തരാൻ പോകുന്നത്. അതായത് യഥാർത്ഥത്തിൽ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ടറി മൈക്രോ എക്കണോമിക്സ്, ഫസ്റ്റ് ചാപ്റ്റർ ഓഫ് ഇൻട്രൊഡക്ടറി മൈക്രോ എക്കണോമിക്സ് കവേഴ്സ് എന്താണ്? സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കോണമി. ഒരു ഇക്കോണമിയുടെ സെൻട്രൽ പ്രോബ്ലംസ്, ബേസിക് എക്കണോമിക് പ്രോബ്ലംസ് എന്നാണ് അറിയപ്പെടുന്നത്. അത് നമ്മൾ പഠിക്കും. പിന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് സെക്കൻഡ് എന്താണെന്നറിയാം? സെൻട്രൽ പ്രോബ്ലംസ് പഠിച്ച ശേഷം നമ്മൾ പഠിക്കുന്നത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. എന്താണ് ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്, അതിൻ്റെ പ്രത്യേകതകൾ, അതെങ്ങനെ വരയ്ക്കും, ഹൗ ടു ഡ്രോ ദ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്, പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഷെഡ്യൂൾ, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഇതൊക്കെ നമ്മൾ വരയ്ക്കും. ഓക്കെ. അത് കഴിഞ്ഞ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓർഗനൈസേഷൻ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ്. ഓർഗനൈസേഷൻ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയും. അത് വേറൊന്നുമില്ല, അത് എക്കോണമിയെക്കുറിച്ചുള്ള പഠനമാണ്. എക്കണോമിക് സിസ്റ്റം എന്ന് പറയും, സിസ്റ്റംസ്. ഇപ്പോൾ ക്യാപിറ്റലിസം, സോഷ്യലിസം, മിക്സഡ് ഇക്കോണമി കേട്ടിട്ടില്ലേ, അല്ലേ? അപ്പോൾ ഈ മൂന്ന് സിസ്റ്റത്തെക്കുറിച്ചുള്ള പഠനം എക്കോണമീസ് എന്ന് പറയുന്നത്, എക്കോണമികൾ അതിനെക്കുറിച്ച് പഠിക്കും. ഓക്കെ. ആൻഡ് ഹൗ ദി ഡിഫറെൻറ്റ് ഇക്കണോമിക് സിസ്റ്റംസ് ആർ സോൾവിങ് ദ ബേസിക് ഇക്കണോമിക് പ്രോബ്ലംസ്. ഈ ഡിഫറെൻറ്റ് ഇക്കണോമിക് സിസ്റ്റം എങ്ങനെയാണ് എക്കണോമിക് പ്രോബ്ലത്തെ സോൾവ് ചെയ്യുന്നത് എന്ന് അതിൽ നമ്മൾ പഠിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മൈക്രോ മാക്രോ അതിൽ വരുന്നുണ്ട്. മൈക്രോ മാക്രോ ഡിഫറൻസ് അത് ഞാൻ പറഞ്ഞു തന്നു. ഇനി അത് കഴിഞ്ഞിട്ട് പറഞ്ഞ ഇക്കണോമിക് അനാലിസിസിൻ്റെ ഒരു ക്ലാസിഫിക്കേഷനുണ്ട്. അതായത് അതെന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവ് നോമിനേറ്റീവ് എക്കണോമിക്സ് എന്ന് പറയും. അത് ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അത് നമ്മൾ പറഞ്ഞിട്ട് നമുക്ക് സെൻട്രൽ പ്രോബ്ലത്തിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ ആദ്യം പോസിറ്റീവും നോമിനേറ്റീവും അനാലിസിസ് എന്താണ് എന്ന് പറഞ്ഞു തരാൻ പോവാണ്. ഈ പോസിറ്റീവ് എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല. ഈ പോസിറ്റീവ് എക്കണോമിക്സ് എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഡീൽസ് വിത്ത് വാട്ട് ഈസ് എന്നാണ്. പോസിറ്റീവ് എക്കണോമിക്സ് ഡീൽസ് വിത്ത് വാട്ട് ഈസ്. അതേസമയം നോമിനേറ്റീവ് എക്കണോമിക്സ് ഡീൽസ് വിത്ത് വാട്ട് ought it to be or what should be. ഇപ്പോൾ വാട്ട് ought it to be അല്ലെങ്കിൽ വാട്ട് ഷുഡ് ബി എന്നാണ് പോസിറ്റീവ് എക്കണോമിക്സ് അറിയപ്പെടുന്നത്. മനസ്സിലായല്ലേ? വാട്ട് ought it to be, ഷുഡ് ബി, വാട്ട് ഷുഡ് ബി ഡൺ, വാട്ട് ought it to be done, വാട്ട് ഇറ്റ് ഈസ്. അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ ഇറ്റ് ഡിസ്ക്രൈബ്സ്. പോസിറ്റീവ് എക്കണോമിക്സ് ഡിസ്ക്രൈബ് ചെയ്യുന്നു, പക്ഷേ നോമിനേറ്റീവ് എക്കണോമിക്സോ പ്രിസ്ക്രൈബ് ചെയ്യുന്നു. അപ്പോൾ പോസിറ്റീവ് എക്കണോമിക്സ് ഈസ് ഡിസ്ക്രിപ്റ്റീവ്, ഡിസ്ക്രൈബ് ഫാക്ട്സ്, ഫാക്ട്സുകളെക്കുറിച്ച് പറയുന്നു, വസ്തുതകളെ ഡിസ്ക്രൈബ് ചെയ്യുന്നു.
ഡിസ്ക്രൈബ് ഫാക്ട്സ് എന്ന് പറയാം, ഫാക്ട്സ് വസ്തുതകളെ. അതേസമയം നോമേറ്റീവ് എക്കണോമിക്സ് എന്താണ്? അത് പ്രിസ്ക്രിപ്റ്റീവാണ്, പ്രിസ്ക്രൈബ് ചെയ്യും. ഇപ്പോൾ ഡോക്ടർ നമുക്ക് മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്ത് തരും അല്ലേ, അതുപോലെ ഇത് പ്രിസ്ക്രിപ്റ്റീവാണ്, പ്രിസ്ക്രൈബ് ചെയ്യും. അവിടെ ഡിസ്ക്രിപ്ഷൻ അല്ല, പ്രിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നു. ശരിക്കും പറഞ്ഞാൽ അവിടെ വെൽഫെയർ ആസ്പെക്ട്സിന് പ്രാധാന്യമുണ്ട്. ഏതിൽ? നോമേറ്റീവിൽ വെൽഫെയർ ആസ്പെക്ട്സ് ഈസ് ഗിവൺ ഇമ്പോർട്ടൻസ്. അവിടെ വെൽഫെയർ ആസ്പെക്ട്സിന് പ്രാധാന്യമുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് വേറൊരു പോയിൻ്റ് ഓഫ് ഡിഫറൻസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പറയാം ഇങ്ങനെ: പോസിറ്റീവ് എക്കണോമിക്സ് ഈസ് ബേസ്ഡ് ഓൺ കോസ് ആൻഡ് എഫക്റ്റ്. അത് കോസും എഫക്റ്റുമാണ് ഓഫ് ഫാക്ട്സ്. ഫാക്ട്സുകളുടെ കോസും എഫക്റ്റും വരും. പക്ഷേ മറ്റിടത്ത് എന്താ വരുന്നത്? ബേസ്ഡ് ഓൺ എത്തിക്സ്. അവിടെ എത്തിക്സിനെ ബേസ് ചെയ്ത് വരും. എത്തിക്സാണ്. വിച്ച് ഈസ് ഗുഡ്, വിച്ച് ഈസ് ബാഡ്, എത്തിക്സ്. അതാണ് അവിടെ വരുന്നത്. ഏതിൽ? നോമേറ്റീവ് എക്കണോമിക്സിൽ. ഇനി പോസിറ്റീവ് എക്കണോമിക്സിൽ വേറെ പ്രത്യേകത, ഇറ്റ് ക്യാൻ ബി വെരിഫൈഡ് വിത്ത് ആക്ച്വൽ ഡേറ്റ. ആക്ച്വൽ ഡേറ്റ വെച്ച് വെരിഫൈ ചെയ്യാൻ പറ്റും. ഏതിൽ? പോസിറ്റീവിൽ. അതേസമയം നോമേറ്റീവിൽ അല്ലേ, ഇറ്റ് കനോട്ട് ബി വെരിഫൈഡ് വിത്ത് ആക്ച്വൽ ഡേറ്റ. ആക്ച്വൽ ഡേറ്റ വെരിഫൈ ചെയ്യാൻ പറ്റത്തില്ല നോമേറ്റീവിൽ. ഇനി അഞ്ചാമത് വരുന്നത് നമുക്ക് പറയാം വാല്യൂ ജഡ്ജ്മെൻറ്റ്സ് എന്നൊരു സംഭവമുണ്ട്. വാല്യൂ ജഡ്ജ്മെൻറ്റ്, ഒരു വിലയിരുത്തലൊക്കെ നടത്തുമല്ലോ നമ്മൾ. വാല്യൂ ജഡ്ജ്മെൻറ്റ്, ഇവാലുവേഷൻ എന്നൊക്കെ പറയാമല്ലേ. അപ്പോൾ പോസിറ്റീവ് എക്കണോമിക്സിൽ നോ വാല്യൂ ജഡ്ജ്മെൻറ്റ്സ്, നോ ഇവാലുവേഷൻ. അവിടെ ഇവാലുവേഷൻ ഇല്ല, ഒരു ഇവാലുവേഷനും ഇല്ല. അതേസമയം നോമേറ്റീവിൽ എന്തുണ്ട്? ദർ ഇസ് ഇവാലുവേഷൻ, ദർ ഇസ് വാല്യൂ ജഡ്ജ്മെൻറ്റ്. അവിടെ വാല്യൂ ജഡ്ജ്മെൻ്റ് ഉണ്ട്, നമ്മൾ വിലയിരുത്തും. അതാണ് പറഞ്ഞത് ഇവാലുവേഷൻ. മനസ്സിലായല്ലേ? മറ്റിടത്ത് ഇവാലുവേഷൻ ഇല്ല. അപ്പം ഏകദേശം ഡിഫറൻസ് മനസ്സിലായില്ലേ? പോസിറ്റീവും നോമേറ്റീവും. പോസിറ്റീവ് ഈ ലാനർ റോബിൻസൺ ഒരു എക്കണോമിക്സ് എന്നായിരുന്നു നമ്മൾ പറഞ്ഞല്ലോ, സ്കേഴ്സ് ഡയമെൻഷൻ പറഞ്ഞു. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഈ നോമേറ്റീവിന് പ്രാധാന്യം, അദ്ദേഹം നോമേറ്റീവിനല്ല പ്രാധാന്യം കൊടുത്തത്, അതേപോലെ തന്നെ അറിയാം പോസിറ്റീവിനാണ് പ്രാധാന്യം. പോസിറ്റീവ് എക്കണോമിക്സിന് അദ്ദേഹം പ്രാധാന്യം കൊടുത്തത്. അദ്ദേഹം പോസിറ്റീവ് എക്കണോമിക്സിനെ കുറിച്ചാണ് കൂടുതലായിട്ട് പറഞ്ഞിട്ടുള്ളത്. ആസ് എ നോമേറ്റീവ് എക്കണോമിക്സ് കൂടുതലായിട്ട് കൊണ്ടുവരുന്നത്, അതിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത് വെൽഫെയർ ആസ്പെക്ട്സ് ആണ് അതിൽ വരുന്നത്. നമ്മുടെ ആരാണ്? ആൽഫ്രഡ് മാർഷൽ. ഓർമ്മയുണ്ടോ? ആൽഫ്രഡ് മാർഷലുള്ള വെൽഫെയർ ആസ്പെക്ട്സ് വരുന്നത് അല്ലേ? വെൽഫെയർ ആസ്പെക്ട്സ് കൊണ്ടുവരുന്നത് ആൽഫ്രഡ് മാർഷലാണ്. നേരത്തെ പറഞ്ഞു വെൽഫെയർ ഡയമെൻഷൻ തന്നെ കൊണ്ടുവന്നു. അപ്പോൾ അദ്ദേഹമാണ് ശരിക്കും ഈ ഒരു നോമേറ്റീവ് അനാലിസിൻ്റെ ആളായിരുന്നു. അതേസമയം ലാനർ റോബിൻസൺ പോസിറ്റീവ് അനാലിസിൻ്റെ ആളായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇറ്റ് ഈസ് നോട്ട് ദ ഡ്യൂട്ടി ഓഫ് എൻ എക്കണോമിസ്റ്റ് ടു ജഡ്ജ് വെദർ എ തിങ് ഈസ് ഗുഡ് ഓർ ബാഡ്. ഗുഡ് ബാഡെന്ന് ജഡ്ജ് ചെയ്യേണ്ട കാര്യമൊന്നും എക്കണോമിക്സിനില്ല. ഫാക്ട്സുകൾ മാത്രം അവിടെ സ്റ്റേറ്റ് ചെയ്യുന്നു, അത്രയല്ലേ ഉള്ളൂ. പോസിറ്റീവിൽ അങ്ങനെയാണല്ലോ, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫാക്ട്സ് ആസ് ഇറ്റ് ഈസ്, ദാറ്റ് ഈസ് പോസിറ്റീവ്. അത് നമ്മൾ പോസിറ്റീവ് എന്ന് പറയും. അപ്പോൾ പോസിറ്റീവും അല്ലേ എന്തുമായി? നോമേറ്റീവുമായി. പോസിറ്റീവിൽ ഫാക്ട്സുകൾ അല്ലേ പറയും. വാട്ട് ഇറ്റ് ഈസ്, ഇറ്റ് ഡീൽസ് വിത്ത് വാട്ട് ഇറ്റ് ഈസ്. മറ്റേത് അങ്ങനെയല്ല, വാട്ട് ഓട്ട് ഇറ്റ് ടു ബി, എന്താണ് വരുന്നതെന്ന് പറയും. മനസ്സിലായല്ലേ? വാല്യൂ അല്ലേ, ശരിക്കും വാല്യൂ ജഡ്ജ്മെൻ്റ് ഉള്ളത് ഏതിലാണ്? അപ്പോൾ ഞാനൊരു സെൻറ്റൻസ് പറയുകയാണേ, നിങ്ങളത് ഡിസ്ക്രിപ്റ്റീവ് ആണോ അല്ലെങ്കിൽ പോസിറ്റീവ് എക്കണോമിക്സ് ആണോ അതോ പ്രിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ആണോ അല്ലെങ്കിൽ എന്താണ്? അപ്പോൾ നമുക്ക് അങ്ങനെ പറയാം. പ്രിസ്ക്രിപ്റ്റീവ് എക്കണോമിക്സ് അല്ലെ, അത് പ്രിസ്ക്രിപ്റ്റീവ് എക്കണോമിക്സ് ആണോ ഡിസ്ക്രിപ്റ്റീവ് എക്കണോമിക്സ് ആണോ, അല്ലെങ്കിൽ പോസിറ്റീവ് ആണോ നോമേറ്റീവ് ആണോ? ഡിസ്ക്രിപ്റ്റീവ് ആകുമ്പോൾ പോസിറ്റീവ് അല്ല പോസിറ്റീവ്, മറ്റേ പ്രിസ്ക്രിപ്റ്റീവ് ആകുമ്പോൾ എന്താവും? ഏതാവും? നോമേറ്റീവുമാകും, പ്രിസ്ക്രിപ്റ്റീവ്. അപ്പോൾ ഞാൻ ചോദിക്കാം, ഒരു എക്സാമ്പിൾ പറയണം. ഇന്ത്യ ഈസ് ആൻ ഓവർ പോപ്പുലേറ്റഡ് കൺട്രി. എക്സാമ്പിൾ ചിലപ്പോൾ ചോദിച്ചോളെ, ഇന്ത്യ ഈസ് ആൻ ഓവർ പോപ്പുലേറ്റഡ് കൺട്രി. ഇന്ത്യ ഒരു ഓവർ പോപ്പുലേറ്റഡ് കൺട്രിയാണ്. അപ്പോൾ നിങ്ങളോട് ചോദിക്കും വെദർ ഇറ്റ് ഈസ് പോസിറ്റീവ് എക്കണോമിക്സ് ഓർ നോമേറ്റീവ് എക്കണോമിക്സ്. ദി സ്റ്റേറ്റ്മെൻറ്റ്സ്, ഈ സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവ് ആണോ നോമേറ്റീവ് ആണോ? കേൾക്കുമ്പോൾ തന്നെ അറിയാം. ഇറ്റ്സ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫാക്ട് അല്ലേ, ഒരു വസ്തുതയെ സ്റ്റേറ്റ് ചെയ്യല്ലേ അത്. ഇന്ത്യ ഒരു ഓവർ പോപ്പുലേറ്റഡ് കൺട്രി, ശരിയല്ലേ? ശരിയാണ്. പോപ്പുലേഷൻ അമിതമായിട്ട് വളർന്നു അല്ലേ, വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. എവരി സെക്കൻഡ് ബേബി ഈസ് ബോൺ, ഓരോ സെക്കൻഡിൽ ഒരു ബേബി ബോൺ ചെയ്യുന്ന അവസ്ഥയാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത് അല്ലേ. പോപ്പുലേഷൻ ഈസ് ഇൻക്രീസ് ആൻഡ് അലാമിംഗ് റേറ്റിലേക്ക് പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ ഇന്ത്യയിലുള്ളത്. അപ്പോൾ റാപ്പിഡ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ, ശരിയാണ്. അതൊരു പോസിറ്റീവ് എക്കണോമിക്സ് അല്ലേ? ആണ്. ഇത് ഞാൻ ചോദിക്കുകയാണ്, വേറെ ഞാൻ പറയാം. ഇങ്ങനെ അഗ്രികൾച്ചർ ഇൻകം ഷുഡ് ബി ടാക്സ്ഡ്. അഗ്രികൾച്ചറിലെ വരുമാനത്തെ ടാക്സ് ചെയ്യണം. അതിൽ
നികുതി ഈടാക്കണം. അഗ്രികൾച്ചർ ഇൻകം ഷുഡ് ബി ടാക്സ്ഡ്. അനദർ അല്ലേ സ്റ്റേറ്റ്മെൻറ്റ്, ഞങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് അതെന്താണ്? ഷുഡ് ബി ടാക്സ്ഡ്. അവിടെ ഷുഡ് ബി ഉണ്ട്. വാട്ട് ഷുഡ് ബി ഡൺ? ദി അഗ്രികൾച്ചർ ഇൻകം ഷുഡ് ബി ടാക്സ്ഡ്. കണ്ട? അപ്പം നോമേറ്റീവ്. കണ്ട? അതാണ്. ഇനി ഞാൻ വേറെന്ന് പറയുകയാണ്. ഇന്ത്യ റിക്വയർസ് എ ബാലൻസ്ഡ് ഗ്രോത്ത് ഇൻ ആൾ സെക്ടേഴ്സ്. ഇന്ത്യക്ക് എല്ലാ സെക്ടറിലും ഒരു ബാലൻസ്ഡ് ഗ്രോത്ത് വേണം എന്ന് പറയുകയാണ്. ഇന്ത്യ റിക്വയർസ് എ ബാലൻസ്ഡ് ഗ്രോത്ത് ഇൻ ആൾ സെക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അതെന്താണ് അവിടെ പറഞ്ഞേ? ഇന്ത്യ റിക്വയർസ് എ ബാലൻസ്ഡ് ഗ്രോത്ത് ഇൻ ആൾ സെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് പറയാൻ സാധിക്കും ഇന്ത്യയിലൊരു ബാലൻസ്ഡ് ഗ്രോത്ത് വേണം എല്ലാ സെക്ടറുകളിലും എന്ന് പറയുമ്പോൾ അവിടെ കണ്ടോ, ഇന്ത്യ നീഡ്സ് റിക്വയേഴ്സ്. എന്താണ് ആവശ്യം? വാട്ട് ഈസ് റിക്വയർഡ്? എന്ത് വേണം നമുക്ക്? അത് എന്ത് വേണമെന്നാണ് പറയുന്നത് അല്ലേ? അപ്പോൾ ഒരു പോളിസി ഇംപ്ലിക്കേഷൻ പോലെയാണത്. ഇപ്പോൾ അതെല്ലാം നോമിനേറ്റിലാണ് വരുന്നത്. എങ്ങനെ ആയിരിക്കണം, എന്ത് വേണം, അപ്പോൾ അത് നോമിനേറ്റീവിൽ കൊടുക്കാം. ഇനി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ഷുഡ് ബി ഫെയർ. ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ഫെയർ ആയിരിക്കണം അല്ലേ, ന്യായമായിരിക്കണം എന്ന് പറയുമ്പോൾ അതും നോമിനേറ്റീവാണ്. ഞാൻ പറഞ്ഞ് മനസ്സിലായില്ല? ഇപ്പോൾ കേൾക്കുമ്പോൾ അറിയാതെ. ഇപ്പോൾ പറയണം സോഷ്യലിസം ഈസ് സുപ്പീരിയർ ടു ക്യാപിറ്റലിസം. ക്യാപിറ്റലിസം സുപ്പീരിയർ ആണ് സോഷ്യലിസം. അപ്പോൾ വിച്ച് ഈസ് സുപ്പീരിയർ, വിച്ച് ഈസ് ഇൻഫീരിയർ? അപ്പോൾ ഏതാ സുപ്പീരിയർ ഉണ്ടോ, ഏതാ നല്ലത്? വിച്ച് ഈസ് ഗുഡ്, വിച്ച് ഈസ് ബാഡ് ഉണ്ടോ, ഗുഡ് ഓർ ബാഡ് എന്നുള്ള ഒരു ക്ലാസിഫിക്കേഷൻ അത് നോമിനേറ്റീവാണ് കണ്ടോ. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം നോമിനേറ്റീവ്. കാരണം ക്യാപിറ്റലിസത്തെക്കാളും നല്ലത് സോഷ്യലിസമാണ്. ശരിയാണ്, സംശയമൊന്നുമില്ല അല്ലേ? അപ്പോൾ ഒരു കമ്പാരിസൺ അവിടെ വന്നു. അപ്പോൾ അതിനേക്കാൾ സുപ്പീരിയർ ആണെന്ന് വന്നു അല്ലേ? നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് പറയുകയാണ്. ഇനി ഞാൻ പറയണം ഇന്ത്യ ദർ ഈസ് ഇൻവേഴ്സ് റിലേഷൻ ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ഡിമാൻഡ്. പ്രൈസിനും ഡിമാൻഡിനും ഇൻവേഴ്സ് റിലേഷൻ ഉണ്ടെന്ന് ഞാൻ പറയുകയാണ്. യഥാർത്ഥത്തിൽ എന്താണത് പറഞ്ഞേ? പ്രൈസ് ആൻഡ് ഡിമാൻഡ് ഇൻവേഴ്സ് റിലേഷൻ ആണെന്ന് പറഞ്ഞാൽ അത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ലേ? ആണ്, പോസിറ്റീവ് എക്കണോമിക്സ് ആണ് അല്ലേ? പ്രൈസ്, വെൻ പ്രൈസ് റൈസസ് ഡിമാൻഡ് ഫാൾസ്, വെൻ പ്രൈസ് ഫാൾസ് ഡിമാൻഡ് റൈസസ്, അതർ തിങ്സ് റിമൈനിങ് സെയിം. സെറ്റീരീസ് പാരിബസ് അത് നമ്മൾ പഠിക്കും കേട്ടോ. ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയും. അത് ഡിമാൻഡ് ലോ ആണത്. വില കൂടുന്നു, ഡിമാൻഡ് താഴുന്നു. വില കുറയുന്നു, ഡിമാൻഡ് ഉയരുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ അത് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ലേ? അത് ആണ്. കാരണം കോസ് എഫക്റ്റ് റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അത് പോസിറ്റീവ് എക്കണോമിക്സ് ആണ്. കോസ് എഫക്റ്റ് റിലേഷൻഷിപ്പ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ദയർ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പോസിറ്റീവായിട്ട് പറഞ്ഞോളൂ. മനസ്സിലായില്ല? അവിടെ ഇവാലുവേഷൻ ഒന്നും കാണത്തില്ല. അത്രയോ സജഷൻസ്, പോളിസി അങ്ങനെയുള്ളതൊന്നും കാണത്തില്ല. അതുണ്ടെങ്കിൽ അത് നോമിനേറ്റീവ് ആയിരിക്കും. മനസ്സിലായോ? നോമിനേറ്റീവിൻ്റെ പോസിറ്റീവിൻ്റെ വ്യത്യാസം എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഐ അണ്ടർസ്റ്റുഡ് അല്ലേ? നിങ്ങൾ മനസ്സിലാക്കി ഞാൻ വിചാരിക്കുന്നു അല്ലേ? എന്താണ് എല്ലാവർക്കും അത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം വെച്ചാൽ അതിൽ വലിയ പ്രയാസമുള്ള കാര്യമല്ല അത്. നോമിനേറ്റീവും പോസിറ്റീവും നോമിനേറ്റീവും പറയുന്നത് അല്ലേ? അപ്പോൾ ഐ തിങ്ക് യു അണ്ടർസ്റ്റുഡ് ദിസ് ഡിഫറൻസ് ബിറ്റ്വീൻ പോസിറ്റീവ് ആൻഡ് നോമിനേറ്റീവ് എക്കണോമിക്സ്. അതാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ആ അനാലിസിസിൻ്റെ ഒരു ക്ലാസിഫിക്കേഷനാണ് കേട്ടോ. പഠിച്ചു വെച്ചോളുക. ഓക്കെ. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവും പ്രിസ്ക്രിപ്റ്റീവുമായിട്ട് വരും. ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും, പോസിറ്റീവ് എക്കണോമിക്സ് ആയിരിക്കും. പ്രിസ്ക്രിപ്റ്റീവ് എന്ന് പറയുന്നത് എപ്പോഴും നോമിനേറ്റീവ് എക്കണോമിക്സ് ആയിരിക്കും. മറന്നു പോകരുത്. ഓക്കെ. ഇനി നമുക്ക് സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കോണമിയാണ് പഠിക്കാനുള്ളത്. ഒരു ഇക്കോണമിയുടെ പ്രധാന പ്രോബ്ലംസ് ഏതൊക്കെയാണ്? അതിനെ ബേസിക് പ്രോബ്ലംസ് എന്ന് പറയും. ബേസിക് പ്രോബ്ലംസ് അല്ലെങ്കിൽ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കോണമി എന്നാണ് പറയുന്നത്. ബേസിക് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. എന്താണെന്നറിയോ? പ്രോബ്ലം ഓഫ് ചോയ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, പ്രോബ്ലം ഓഫ് ചോയ്സ് ഉണ്ട് ഇവിടെ അല്ലേ? ബിക്കോസ് ദർ ആർ അൺലിമിറ്റഡ് ഹ്യൂമൻ ബോൺസ് ആൻഡ് ലിമിറ്റഡ് റിസോഴ്സസ് ആൻഡ് എന്താണ് ആൾട്ടർനേറ്റീവ് യൂസസ് ഓഫ് റിസോഴ്സസ് അല്ലേ? അപ്പോൾ നമ്മൾ ഡെവൻഷൻ പറഞ്ഞാണത്. എക്കണോമിക്സ് ആൻഡ് ഡെവൻഷൻ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ലാൻഡ് റോബിൻസ് പറഞ്ഞ അങ്ങനെയല്ലേ? ലാൻഡ് റോബിൻസ് ഡെവൻഷനിൽ ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് വരുന്നത്. അപ്പോൾ എക്കണോമിക് പ്രോബ്ലം എറൈസ് ചെയ്യുന്ന കാരണങ്ങളാണത് അല്ലേ? സെൻട്രൽ പ്രോബ്ലംസ് അല്ലെങ്കിൽ ഇക്കണോമിക് പ്രോബ്ലംസ്, ബേസിക് പ്രോബ്ലംസ് എന്ന് പറയുന്നത്. ബേസിക് പ്രോബ്ലംസ്, പ്രോബ്ലം ഓഫ് ചോയ്സ് ആണ് ശരിക്കും പറഞ്ഞാൽ അല്ല.
അപ്പോൾ നമ്മൾ ഇവിടെ എന്തൊക്കെ ഉണ്ട്? നമുക്ക് അൺലിമിറ്റഡ് ഹ്യൂമൻ വാണ്ട്സ് ഉണ്ട്, ലിമിറ്റഡ് റിസോഴ്സസേ ഉള്ളൂ, റിസോഴ്സസ് സ്കേഴ്സാണ്, സ്കേഴ്സ് ഇൻ റിലേഷൻ ടു ദർ ഡിമാൻഡ്സ്, അല്ലേ? ദർ ഇസ് ഷോർട്ടേജ് ഓഫ് റിസോഴ്സസ് ആണ് സ്കേഴ്സിറ്റി എന്ന് പറയുന്നത്. സ്കേഴ്സിറ്റി മീൻസ് റിലേറ്റീവ് സ്കേഴ്സിറ്റിയാണ്. സ്കേഴ്സിറ്റി ഇസ് റിലേറ്റീവ് സ്കേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഷോർട്ടേജ്, അല്ലേ, ഓഫ് റിസോഴ്സസ് ഇൻ റിലേഷൻ ടു ദ ഡിമാൻഡ്സ്. ഡിമാൻഡ് കൂടുതൽ റിസോഴ്സുകളുടെ, പക്ഷേ സപ്ലൈ കുറവ്. ഡിമാൻഡ് എക്സീഡ് സപ്ലൈ, അതാണ് നമ്മൾ സ്കേഴ്സിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായല്ലേ? അപ്പോൾ സ്കേഴ്സ് ആവും. നമുക്ക് ഇഷ്ടംപോലെ ആവശ്യങ്ങൾ, അല്ലേ, ഇഷ്ടംപോലെ ഉണ്ട്. നമ്മൾ ഡിമാൻഡും കൂടുതലാണ്, പക്ഷെ അതനുസരിച്ചുള്ള വിഭവങ്ങളില്ല. ശരിയല്ലേ? അതാണ് അവിടെ നമുക്ക് പ്രധാനമായിട്ട് വരുന്നത്, അതിൻ്റെ വ്യത്യാസം, അല്ലേ? അപ്പോൾ അങ്ങനെ പറയാം. അപ്പോൾ ഇക്കണോമിക് പ്രോബ്ലം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. എക്കണോമിക് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ പ്രോബ്ലം, അല്ലേ, ചോയ്സാണ്. ചോയ്സ് മേക്കിംഗ് ആണ് പ്രോബ്ലം അവിടെ പ്രധാനമായിട്ട് വരുന്നത്. അപ്പോൾ ഈ സെൻട്രൽ പ്രോബ്ലം ഉണ്ടാകാനുള്ള 3 കാരണങ്ങൾ ഏതൊക്കെയാണ്? 3 റീസൺസ് ആർ ദെയർ. അൺലിമിറ്റഡ് ഹ്യൂമൻ വാണ്ട്സ്, ലിമിറ്റഡ് ഓർ സ്കേഴ്സ് റിസോഴ്സസ്. തേർഡ്, ഓൾട്ടർനേറ്റീവ് യൂസസ് ഓഫ് സ്കേഴ്സ് റിസോഴ്സസ്. ഈ റിസോഴ്സുകൾ ഓൾട്ടർനേറ്റീവ് യൂസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഐ ഹാവ് 10 സെൻറ്റ്സ് ഓഫ് ലാൻഡ്. എനിക്ക് 10 സെൻറ്റ് ഭൂമി ഉണ്ടെന്ന് വെച്ചാൽ 10 സെൻറ്റ് ഭൂമി, നമ്മൾ പറയാം സെൻറ്റ്, 10 സെൻറ്റ്. ഈ 10 സെൻറ്റ് ഭൂമി ഉണ്ട്, അല്ലേ, എൻ്റെ കയ്യിൽ എന്ന് വിചാരിച്ചു. ഈ 10 സെൻറ്റ് ഭൂമിയിൽ ആകെ 10 സെൻറ്റ് ഭൂമിയേ ഉള്ളൂ, അല്ലെങ്കിൽ 5 സെൻറ്റ് ഇരുന്നോട്ടെ, ഏറ്റവും കുറഞ്ഞിട്ടാണ് 5 സെൻറ്റ് ഭൂമിയേ ഉള്ളൂ ആകെ. ഈ 5 സെൻറ്റ് ഭൂമിയിൽ എനിക്ക് കുറേ ആഗ്രഹങ്ങളുണ്ട്. ഒരു വീട് വയ്ക്കണം, നല്ലൊരു വീടായിരിക്കണം, ഒരു വീട് വേണം, അല്ലേ? പിന്നെ അവിടെ കുറച്ച് പൂന്തോട്ടമൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ കൊള്ളാം. 5 സെൻറ്റ് ഭൂമി ആകെ ഉള്ളൂ കേട്ടോ. വീട് വയ്ക്കണം, അതിനകത്ത് നല്ലൊരു പൂന്തോട്ടം ഉണ്ടാക്കണം, ഒരു പ്ലേ ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ നന്നായിരിക്കും. രാവിലെയൊക്കെ ഷട്ടിൽ കളിക്കാം. ഒരു പ്ലേ ഗ്രൗണ്ട് വേണം. പിന്നെ അകത്തോട്ട് വണ്ടിയൊക്കെ കയറണം, കാർ, അല്ലേ, പോർച്ച് വേണം. ഒരുപാട് ആഗ്രഹങ്ങൾ. കൃഷി ചെയ്യണം, അഗ്രികൾച്ചർ, അല്ലേ, കൃഷിക്ക് പ്രയോജനപ്പെടുത്തണം. ഇതെല്ലാം കൂടെ എന്തെല്ലാം ആഗ്രഹം എനിക്കുണ്ട്. ആകെ 5 സെൻറ്റ് ഭൂമിയേ ഉള്ളൂ എനിക്ക്. ഒന്ന് ആലോചിച്ച് നോക്കി, ഞാൻ എന്ത് ചെയ്യും, അല്ലേ? ഇതാണ് കണ്ടോ, റിസോഴ്സ് ഓഫ് ആൾട്ടർനേറ്റീവ് യൂസസ്. അതാണ് ചോയ്സ്. സോ വി വിൽ ചൂസ് ചെയ്യും, അല്ലേ? അവിടെ വിച്ച് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ് നമ്മൾ ചൂസ് ചെയ്യും, അല്ലേ? ആൻഡ് വി വിൽ ട്രൈ ടു മീറ്റ് ദാറ്റ് വൺ. അത് നമ്മൾ അത് മീറ്റ് ചെയ്യാൻ നോക്കും നമ്മൾ, അങ്ങനെയല്ലേ? അതാണ് ചോയ്സ്. അതാണ് എക്കണോമിക്സ് സ്റ്റഡി ചോയ്സ് മേക്കിംഗ്. അപ്പോൾ ശരിക്കും ഈ ചോയ്സ് എന്ന് പറഞ്ഞാൽ എക്കണോമിക് പ്രോബ്ലം, ഈ എക്കണോമിക് പ്രോബ്ലം ഇപ്പോൾ ചോയ്സ് അല്ലേ യഥാർത്ഥത്തിൽ? ആണ്, അല്ലേ? പ്രോബ്ലം ചോയ്സ് ആണ് എക്കണോമിക് പ്രോബ്ലം എന്ന് പറയുന്നത്. ശരിയാണ്, ഞാനൊരു സംശയമില്ല. സെൻട്രൽ പ്രോബ്ലം എന്ന് പറയും, ബേസിക് പ്രോബ്ലംസ്. അപ്പോൾ ഇത് നമ്മൾ 3 തിരിക്കുകയും. ബേസിക് പ്രോബ്ലംസ് ആർ കാറ്റഗറൈസ് ഇൻ 3. 1, അതിൽ 1 പറയുന്നത് എന്താണെന്ന് അറിയാം. ബേസിക് പ്രോബ്ലത്തെ 1 നമ്മൾ പറയുന്നത് വാട്ട് ടു പ്രൊഡ്യൂസ്. 2, ഹൗ ടു പ്രൊഡ്യൂസ്. 3, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. ദീസ് ആർ 3 ബേസിക് പ്രോബ്ലംസ് ഓഫ് എൻ ഇക്കോണമി. ഒരു ഇക്കോണമി 3 പ്രോബ്ലംസ് ഏതൊക്കെയുണ്ട്? വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്. 3 ചോദ്യങ്ങളാണ് കേട്ടോ. 3 ക്വസ്റ്റ്യൻസ് ആർ ആസ്ക്ഡ്. വാട്ട്, ഹൗ, ഫോർ ഹൂം. വേണ്ട, 3 ക്വസ്റ്റ്യനാണ്. വാട്ട്, ഹൗ, ഫോർ ഹൂം. ഇങ്ങനെ 3 ചോദ്യങ്ങൾ ചോദിച്ചു കൊടുക്കുക. വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. ദീസ് ആർ 3 ബേസിക് ഇക്കണോമിക് പ്രോബ്ലംസ്, സെൻട്രൽ പ്രോബ്ലംസ്. 3 പ്രോബ്ലമാണ്. വാട്ട് പ്രൊഡ്യൂസ് എന്നറിയോ? വാട്ട് ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ ടു ബി പ്രൊഡ്യൂസ്ഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റി. കണ്ടോ? അപ്പം അവിടെ ചോയ്സ് വരുക. ചോയ്സ് ഓഫ് പ്രൊഡക്ഷനാണ്. പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അത് ചൂസ് ചെയ്യണം, അല്ല? ഏത് വേണം, ഏത് വേണ്ട, ഏതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യണം, ഏതൊക്കെ വേണം. നമുക്ക് ഒരുപാട് ഗുഡ്സുകൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. വി ഹോവ് ടു പ്രൊഡ്യൂസ് തൗസൻഡ്സ് ആൻഡ് തൗസൻഡ്സ് ഓഫ് ഗുഡ്സ്, അല്ലേ? ആയിരക്കണക്കിന് ഗുഡ്സുകൾ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യണം. പക്ഷേ എല്ലാം കൂടെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ? അതാണ്. അപ്പോൾ സോ വി ഹാവ് ടു, അല്ലേ, മേക്ക് എ ചോയ്സ് വിച്ച് ഗുഡ്സ് ആർ ടു ബി പ്രൊഡ്യൂസ്ഡ് ഓൺ ദി ബേസ് ഓഫ് ഇമ്പോർട്ടൻസ്, അല്ലേ? നമ്മൾ സെലക്റ്റീവ് ആവും. കുറേ ഗുഡ്സ് നമ്മൾ സെലക്ട് ചെയ്യും, ഏതൊക്കെ പ്രധാനമായിട്ട് വേണ്ടത്. അപ്പോൾ നമുക്ക് അർജൻറ്റ് നമ്മുടെ നീഡുകൾ അല്ലെങ്കിൽ നമ്മുടെ വാണ്ട്സുകളെ നമുക്ക് മീറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള അത്യാവശ്യം വേണ്ടതൊക്കെ ഏതൊക്കെയാണ് നമ്മൾ നോക്കും. എല്ലാം കൂടെ, കാരണം അതിനുള്ള വിഭവം ഇല്ല, റിസോഴ്സസ് ഇല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, അല്ലേ? ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്സ്, അല്ലേ, ഗുഡ്സ് ഷുഡ് ബി, അല്ലേ, പ്രൊഡ്യൂസ്. അപ്പോൾ നമ്മൾ അതിനെ കാറ്റഗറൈസ് ചെയ്യും. മോസ്റ്റ് അർജൻറ്റ്, അല്ല, ഇപ്പോൾ വാണ്ടുകളിൽ തന്നെ ക്ലാസ് ചെയ്യുന്നത് അങ്ങനെയാണ്. ഏറ്റവും അർജൻറ്റായിട്ടുള്ളത്.
മോസ്റ്റ് അർജൻറ്റ് അല്ലേ, ലെസ് അർജൻറ്റ്, നോട്ട് അർജൻറ്റ്, ഇങ്ങനെയൊക്കെ നമ്മൾ ക്ലാസിഫൈ ചെയ്യാം. മോസ്റ്റ് അർജൻറ്റ്, ലെസ് അർജൻറ്റ്, കുറച്ച് അർജൻറ്റായിട്ടുള്ളത്, നോട്ട് ഇപ്പോൾ അർജൻറ്റ് ഇല്ല, അങ്ങനെ നമുക്ക് ക്ലാസിഫൈ ആയിട്ട് മോസ്റ്റ് അർജൻറ്റ് വൺ ഷുഡ് ബി ടേക്കൺ ഇൻ ടു അക്കൗണ്ട് അല്ലേ. അതുപോലെയാണ് മോസ്റ്റ് അർജൻറ്റായിട്ട് വേണ്ട ഗുഡ്സുകൾ നമ്മൾ എടുക്കും. അതുപോലെ മോസ്റ്റ് അർജൻറ്റ് ഗുഡ്സ് അല്ലേ ഫോർ ദ സൊസൈറ്റി ഷുഡ് ബി പ്രൊഡ്യൂസ്ഡ് അറ്റ് ഫസ്റ്റ്, അതേഴ്സ് വിൽ ബി പോസ്റ്റ് പോൺഡ്, മറ്റത് മാറ്റിവെക്കും. ഇപ്പോൾ വാട്ട് പ്രൊഡ്യൂസായി, വാട്ട് ഗുഡ്സ് ആർ ടു ബി പ്രൊഡ്യൂസ്, സെലക്ഷൻ ഓഫ് അല്ലേ ഗുഡ്സ് ടു ബി പ്രൊഡ്യൂസ്ഡ്, അതാണ് വാട്ട് പ്രൊഡ്യൂസ്. അവിടെ ചോയ്സ് വന്നു. പിന്നെ വാട്ട് ക്വാണ്ടിറ്റി, അതിൻ്റെ അളവും കൂടെ നോക്കണം. സം ഗുഡ്സ് ടു ബി പ്രൊഡ്യൂസ് ഇൻ മോർ ക്വാണ്ടിറ്റി. ഇപ്പം എസെൻഷ്യൽ ഗുഡ്സുകളൊക്കെ ആണെങ്കിൽ ക്വാണ്ടിറ്റി കൂടുതൽ വേണം. ഇപ്പോൾ ഫുഡ് ഐറ്റംസ് അല്ലേ, ഫുഡ് ക്രോപ്സുകൾ, റൈസ്, വീറ്റ്, അതൊക്കെ നമ്മളെ പ്രധാന ഫുഡ്, അതൊക്കെ കൂടുതൽ വേണം. നമ്മൾ പ്രധാനമായിട്ട് കഴിക്കുന്ന ആഹാരമാണ്, ശരിയല്ലേ? അപ്പോൾ അത് നമുക്ക് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യണം, മനസ്സിലായോ? ഇപ്പം തോക്ക് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമുണ്ട്. ഡെയിലി ദിവസവും തോക്ക് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ, ഇല്ല, അതിൻ്റെ ആവശ്യമില്ലല്ലോ, അല്ലേ? ഗൺ പ്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമില്ല, അത് വാർ പർപ്പസിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ട് ഗൺ അല്ലേ. അപ്പോൾ അത് നമുക്ക് അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പം അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പം അങ്ങനെ ഇതായിട്ടൊന്നും യുദ്ധമൊന്നും വരുന്നില്ല. ഇപ്പോൾ ഒരുപക്ഷെ ഉണ്ടാക്കി നമുക്ക് കുറേ സ്റ്റോക്ക് കാണുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള, അപ്പം നമുക്ക് ഏത് ഗുഡ്സാണ് അർജൻറ്റ് നെസസിറ്റി ഉള്ളത് അത് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യണം, അതാണ് വാട്ട് പ്രൊഡ്യൂസ്. ഓക്കെ, ഹൗ ടു പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിച്ച് ടെക്നോളജി ഈസ് യൂസ്ഡ് എന്നാണ്. അവിടെ ഒരു ടെക്നോളജി ഉപയോഗിക്കണം. ടെക്നോളജി എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലാണ് ഉള്ളത് കേട്ടോ. എന്താണെന്നറിയോ? ഏത് ടെക്നോളജിക്കെന്നറിയാം? ക്യാപിറ്റൽ ഇൻറ്റൻസീവ്, ലേബർ ഇൻറ്റൻസീവ്, രണ്ട് ടെക്നോളജി ഉണ്ട്. നമുക്ക് ആദ്യം ലേബർ ഇൻറ്റൻസീവ് പറയാം, പിന്നെ ക്യാപിറ്റൽ പറയാം. ലേബർ ഇൻറ്റൻസീവ് ആൻഡ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ്. ലേബർ ഇൻറ്റൻസീവ് ഉണ്ട്, ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ഉണ്ട്. ഈ ലേബർ ഇൻറ്റൻസീവ് പറയുന്നത് എന്താണ്? യൂസ് ഓഫ് മോർ ലേബർ, ലെസ് ക്യാപിറ്റൽ. കൂടുതൽ ലേബർ ഉപയോഗിക്കുക, കുറച്ച് ക്യാപിറ്റൽ ഉപയോഗിക്കുക. ഇപ്പോൾ ഞാൻ എൻ്റെ ക്ലോത്ത് കണ്ടോ, ഇത് ഹാൻഡ്ലൂം ക്ലോത്ത് അല്ല, ഇത് പവർലൂം ക്ലോത്താണ്, മെഷീൻ ഉപയോഗിച്ചതാണ്, ഓട്ടോമാറ്റിക് മെഷീൻ ഉപയോഗിച്ചുണ്ടാക്കിയ ക്ലോത്താണ് ഞാൻ ഇട്ടിരിക്കുന്നത്. പവർലൂം ക്ലോത്ത്, ഇവിടുന്ന് ചൂടും എടുക്കും അല്ലേ. കോട്ടൺ ആണെങ്കിലും ചെറിയ ചൂട് ഒക്കെ അനുഭവപ്പെടും. അതേസമയം ഹാൻഡ്ലൂം ക്ലോത്തുകളുണ്ട്, ഖാദി അല്ലേ, അത് പറയും ഹാൻഡ്ലൂം, കൈത്തറി വസ്ത്രങ്ങൾ. ഈ ഹാൻഡ്ലൂം ക്ലോത്ത് ഏതിന് എക്സാമ്പിളാണ്? ലേബർ ഇൻറ്റൻസീവ് മെത്തേഡാണ്. കൂടുതൽ മനുഷ്യൻ്റെ കരങ്ങളാണ് ഉപയോഗിക്കുക. ഹാൻഡ്ലൂം ഉണ്ടോ, ഹാൻഡ് കൊണ്ടുള്ള ലൂമാണത്, ലൂം ചെയ്തതാണ്, ആണ് ഹാൻഡ് ലൂം. ആരുടെ ഹാൻഡാണ്? മനുഷ്യരുടെ കരങ്ങളാണ് അവിടെ. പവർലൂം, ഇവിടെ പവറിലാണ് പ്രവർത്തിച്ചത്, അത് മെഷീനാണ് കണ്ടോ. ക്യാപിറ്റൽ, മെഷീൻ, ടൂൾസ്, എക്യുപ്മെൻറ്റ്സ് ഒക്കെ ക്യാപിറ്റൽ എന്നാണ് പറയുന്നത് അല്ലേ. ബിൽഡിങ്സ്, മെഷീൻസ്, ടൂൾസ്, എക്യുപ്മെൻറ്റ്സ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഇതെല്ലാം എന്താണ്? ക്യാപിറ്റൽ എക്യുപ്മെൻറ്റ്സ്. ദേ ഹെൽപ്പ് ഫോർ ഫർദർ പ്രൊഡക്ഷൻ സഹായിക്കുന്ന ഗുഡ്സുകളാണ് ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ക്യാപിറ്റലാണ് അവിടെ. കൂടുതൽ ക്യാപിറ്റൽ ഉപയോഗിക്കണം. അപ്പോൾ അത് രണ്ട് പ്രധാന ഫാക്ടേഴ്സാണ്. ദർ ആർ മെയിൻലി 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഉൽപ്പാദന ഘടകം 4 ഉണ്ട്. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ, 4 ഉൽപ്പാദന ഘടകങ്ങൾ. ഈ 4 ഉൽപ്പാദന ഘടകങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ 4 ഉൽപ്പാദന ഘടകങ്ങളിൽ 2 പ്രധാനമാണ്. എന്താണ്? ക്യാപിറ്റൽ, ലേബർ. അപ്പോൾ ലേബർ ഇൻറ്റൻസീവ് വെച്ചാൽ മോർ ക്യാപിറ്റൽ, യൂസ് ഓഫ് ലേബർ ഇൻറ്റൻസീവ്, യൂസ് ഓഫ് മോർ ലേബർ, ലെസ് ക്യാപിറ്റൽ. ലേബർ ഇൻറ്റൻസീവ് മീൻസ് യൂസ് ഓഫ് മോർ ലേബർ, ലെസ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ ഇൻറ്റൻസീവ് മീൻസ് യൂസ് ഓഫ് മോർ ക്യാപിറ്റൽ, ലെസ് ലേബർ. പറഞ്ഞത് ക്യാപിറ്റൽ ഇൻറ്റൻസീവ്, ക്യാപിറ്റൽ ആദ്യം പറഞ്ഞാൽ മോർ ക്യാപിറ്റൽ. ലേബർ പറയുകയാണെങ്കിൽ ലേബർ ഇൻറ്റൻസീവ് എന്ന് പറഞ്ഞാൽ മോർ ലേബർ, ലെസ് ക്യാപിറ്റൽ. മനസ്സിലായി? ഈസ് യൂസ്ഡ് ഇൻ പ്രൊഡക്ഷൻ. അതാണ് ടെക്നോളജി. ഇത് രണ്ടിൽ ഏതാണ് ഉപയോഗിക്കുക. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നല്ലത് ഏതാണ്? ലേബർ ഇൻറ്റൻസീവ്. കാരണം ഇന്ത്യ ഈസ് എ ലേബർ സർപ്ലസ് ഇക്കോണമി ബിക്കോസ് ഓഫ് പോപ്പുലേഷൻ അല്ലേ. ഇതിൽ പോപ്പുലേഷൻ കൂടുതലും ലേബർ സർപ്ലസ് ഇക്കോണമിയാണ്. അതുകൊണ്ട് നമുക്ക് വേണ്ടത് അതാണ്. മനസ്സിലായി? ലേബർ ഇൻറ്റൻസീവ് മെത്തേഡാണ് ഇന്ത്യക്ക് പറ്റിയത്. പക്ഷേ എങ്കിലും നമ്മൾ ഇന്ത്യയിൽ അത് മാത്രമൊന്നുമല്ല ഉപയോഗിക്കുന്നത് അല്ലേ. ഇന്ത്യയിൽ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് മെത്തേഡ്, കാരണം ക്യാപിറ്റൽ ഇൻറ്റൻസീവ് മെത്തേഡിൽ കൂടി പ്രൊഡക്ഷൻ കൂട്ടാൻ സാധിക്കും. ബൈ അപ്ലൈയിങ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് മെത്തേഡ് അല്ലേ, ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ഈസ് പോസിബിൾ ആൻഡ് കോസ്റ്റ് വിൽ ബി റെഡ്യൂസ്ഡ്. കോസ്റ്റ് കുറയ്ക്കാൻ സാധിക്കും. ഇപ്പം JCB ഇട്ട് മണ്ണിടിക്കുന്നു, കുറേ ആളുകളെ നിർത്തി 10 ആളുകളെ ഒരു 10 ദിവസം നിർത്തുന്നു. ഒരു JCB കൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് അത് ഇടിച്ച് മാറ്റാം. എന്താ അല്ലേ? ശരിയല്ലേ? പൈസയും കുറയും. പിന്നെ ഈ 10 ആളുകൾക്ക് നിർത്തി 10 ദിവസം അല്ലേ കൂലി കൊടുക്കുന്നതും ഒരു ദിവസം കൊണ്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അല്ലേ മണ്ണിടിച്ച് മാറ്റി അല്ലേ നിരപ്പാക്കി റെഡിയാക്കി ഇട്ട് തന്നിട്ട് JCB പോകും.
അപ്പോൾ അത് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് മെത്തേഡാണ്. ഈസിയാണ്, വർക്ക് ഈസിയാകും, കോസ്റ്റ് കുറയും, ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ നടക്കും. ഇതൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് ഈ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് മെത്തേഡിലേക്ക് കൂടുതൽ ആളുകൾ പോകുന്നത്. പക്ഷേ അത് ദോഷം ചെയ്യും, അൺഎംപ്ലോയ്മെൻറ്റിനെ ക്രിയേറ്റ് ചെയ്യും. ഇറ്റ് ക്രിയേറ്റ് അൺഎംപ്ലോയ്മെൻറ്റ്സ്. അതാണ് പ്രോബ്ലം ഓഫ് ടെക്നോളജി, മറക്കരുത്. അപ്പോൾ പ്രോബ്ലം ഓഫ് ടെക്നോളജി ഏതാ? ഹൗ ടു പ്രൊഡ്യൂസ്. ഇനി 3 ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. എന്താണ്? പ്രോബ്ലം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. അവിടെ ഡിസ്ട്രിബ്യൂഷൻ പ്രോബ്ലമാണ് ഫോർ ഹൂം ടു പ്രൊഡ്യൂസിൽ വരുന്നത്. ഡിസ്ട്രിബ്യൂഷൻ, അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ് ഗുഡ്സുകളെ. അതുപോലെ പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ്സുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണ്ടേ? അപ്പോൾ ഇക്കണോമിക്സിൽ ശരിക്കും പഠിക്കുന്നത് എന്താണെന്നറിയാം? പ്രൊഡക്ഷൻ വരും. എക്കണോമിക് ആക്ടിവിറ്റിയാണ്. അപ്പോൾ എക്കണോമിക് ആക്ടിവിറ്റീസ് ആർ സ്റ്റഡി ഇൻ എക്കണോമിക്സ്. അപ്പോൾ എക്കണോമിക്സ് നമ്മൾ എക്കണോമിക് ആക്ടിവിറ്റികളാണ് പഠിക്കുന്നത്. മനസ്സിലല്ലേ? അവിടെ എക്കണോമിക് ആക്ടിവിറ്റി പഠിക്കുമ്പോൾ പ്രൊഡക്ഷൻ വരും, കൺസംഷൻ വരും, ഡിസ്ട്രിബ്യൂഷൻ വരും, എക്സ്ചേഞ്ച് വരും. അല്ലേ? പ്രൊഡക്ഷൻ, കൺസംഷൻ, ഡിസ്ട്രിബ്യൂഷൻ, എക്സ്ചേഞ്ച്, ഇതൊക്കെ വേരിയസ് എക്കണോമിക് ആക്ടിവിറ്റീസ്. ദേ ആർ വേരിയസ് എക്കണോമിക് അപ്പോൾ എക്കണോമിക് ആക്ടിവിറ്റീസിനെ കുറിച്ചല്ലേ എക്കണോമിക്സിൽ പഠിക്കുന്നത് നമ്മൾ? സംശയമൊന്നുമില്ല. എക്കണോമിക് ആക്ടിവിറ്റീസ് കുറിച്ചാണ് എക്കണോമിക്സ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ എക്കണോമിക് ആക്ടിവിറ്റീസാണ് ഇവിടെ പ്രധാനമായിട്ട് വരുന്നത്. പ്രൊഡക്ഷൻ അല്ലേ ആക്ടിവിറ്റി, കൺസംഷൻ അല്ലേ അതൊരു ആക്ടിവിറ്റിയാണ് കൺസംഷൻ അല്ലേ. എക്കണോമിക് ആക്ടിവിറ്റി ഏത് ആക്ടിവിറ്റി? എനി ആക്ടിവിറ്റി വിച്ച് കമാൻഡ്സ് എ റിവാർഡ് കിട്ടുന്നതാണ് അല്ലേ, എ റെമ്യൂണറേഷൻ. അതാണ് എക്കണോമിക് ആക്ടിവിറ്റി. അവിടെ നമുക്കൊരു പ്രതിഫലം കിട്ടും, എക്കണോമിക് മോട്ടിവേഷൻ ഉണ്ട് അവിടെ. അതാണ് എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായി? എക്കണോമിക് ആക്ടിവിറ്റി മനസ്സിലായല്ലേ? അപ്പോൾ അതല്ല ഇത്, മനസ്സിലായ? അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ പ്രോബ്ലമാണ് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. മനസ്സിലായ? ഓക്കെ. അപ്പോൾ എക്കണോമിക് പ്രോബ്ലം മനസ്സിലായി. എക്കണോമിക് പ്രോബ്ലത്തിൻ്റെ റീസൺസ് എന്താണ്? 3 റീസണും പറഞ്ഞു. 3 റീസൺസ് ആർ ദെയർ അല്ലേ. എക്കണോമിക് പ്രോബ്ലത്തിന് 3 റീസൺ ഉണ്ട് ഞാൻ പറഞ്ഞു. ആ 3 റീസൺസ് മനസ്സിലായി. ഏതൊക്കെയാണ് എക്കണോമിക് പ്രോബ്ലം എന്ന് മനസ്സിലായി. ഇനി നമുക്ക് നോക്കേണ്ടത് നെക്സ്റ്റ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുന്നത് എന്താണെന്നറിയോ? പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ എന്നും പറയും. കുറേ പോസിബിലിറ്റീസ് അവിടെ കൊടുക്കുന്നുണ്ട്. സർട്ടൻ പോസിബിലിറ്റീസ് ആർ ഗിവൺ ദെയർ എന്ന് പറഞ്ഞാൽ 2 ഗുഡ്സ് ആർ പ്രൊഡ്യൂസ്ഡ്. അസംഷൻ പറയുന്നുണ്ട്. ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഈസ് ബേസ്ഡ് ഓൺ അസംഷൻ. അവിടെ പറയുന്ന അസംഷൻ 2 ഗുഡ്സ്, 2 ഗുഡ്സുകളാണ് ഇവിടെ പറയുന്നത്. 2 ഗുഡ്സ് ആർ പ്രൊഡ്യൂസ്ഡ്. 2 ഗുഡ്സുകളാണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് അസ്യൂം ചെയ്യുന്നു. വിത്ത് ഗിവൺ ടെക്നോളജി, ഗിവൺ റിസോഴ്സസ്. നിലവിലുള്ള വിഭവങ്ങളിലും നിലവിലുള്ള അല്ലേ ടെക്നോളജിയിൽ മാറ്റമില്ല. ദർ ഇസ് നോ ചേഞ്ച് ഇൻ ടെക്നോളജി. റിസോഴ്സുകളുള്ള റിസോഴ്സുകൾ വെച്ച് തന്നെ പ്രൊഡ്യൂസ് ചെയ്യും. ഗിവൺ റിസോഴ്സസ് എന്ന് പറയും. റിസോഴ്സിൽ ഇൻക്രീസൊന്നുമില്ല, ഇൻക്രീസോ വരുന്നില്ല എന്നുള്ള ഒരു അസംഷനാണ്. നോ ഇൻക്രീസ് നോ ഡിക്രീസ്. മനസ്സിലായില്ല? അപ്പോൾ റിസോഴ്സുകൾ ഇൻക്രീസ് ചെയ്യുന്നില്ല, ഡിക്രീസ് ചെയ്യുന്നില്ല. മനസ്സിലായില്ല? അപ്പോൾ അങ്ങനെ വെച്ചുകൊണ്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് ഗിവൺ ടെക്നോളജിയിൽ മാറ്റമില്ല, റിസോഴ്സസ് മാറ്റമില്ല. എത്ര ഗുഡ്സുകൾ പ്രൊഡ്യൂസ് ചെയ്തത്? 2. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുമ്പോൾ എന്താണെന്നറിയോ? നമ്മൾക്ക് പറയാം ലോക്കസ് ഓഫ് ദി അത് ലോക്കസ് ആണ്. ലോക്കസ് ഓഫ് ദി പോയിൻറ്റ്സ് ഓഫ് ദി കോമ്പിനേഷൻസ് ഓഫ് 2 ഗുഡ്സ് ദാറ്റ് ആൻ എക്കോണമി ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് വിത്ത് ദ ഗിവൺ റിസോഴ്സസ് ആൻഡ് ഗിവൺ ടെക്നോളജി. അപ്പോൾ അതിൻ്റെ കോമ്പിനേഷൻസ് ഉണ്ട്. 2 ഗുഡ്സുള്ള കോമ്പിനേഷൻ. ആ 2 ഗുഡ്സുള്ള കോമ്പിനേഷൻ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ട് ആ 2 ഗുഡ്സുള്ള കോമ്പിനേഷൻ വെച്ചുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യാവുന്ന അല്ലേ കുറേ ഗുഡ്സുകളാണ് നമ്മളിവിടെ പറയുന്നത്. ആ ഗുഡ്സുകൾ 2 ഗുഡ്സുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിൻ്റെ വിവിധ കോമ്പിനേഷൻ, ഡിഫറൻറ്റ് കോമ്പിനേഷൻസ് ഓഫ് 2 ഗുഡ്സ് ദാറ്റ് ആൻ ഇക്കോണമി ക്യാൻ ബി ഏബിൾ ടു പ്രൊഡ്യൂസ്. കണ്ടോ? വിത്ത് ഗിവൺ റിസോഴ്സസ് ആൻഡ് ഗിവൺ ടെക്നോളജി. അത് ശ്രദ്ധിക്കുക. ഗിവൺ റിസോഴ്സസ്, ഗിവൺ ടെക്നോളജി. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് can be explained with the help of a production possibility schedule. A schedule is given here. Look at the schedule. In this schedule, there are 2 goods that you know. Production possibility curve is always based upon certain assumptions that we already learnt. That is, there are 2 goods, technology is given, resources are given, and efficient utilization of resources or full employment, fuller utilization or efficient utilization of resources. The entire resources are fully utilized. Okay, these are assumptions. Here we can see certain possibilities. You see the possibilities: A, B, Z, D, E. 5 possibilities are here. Production possibilities of 2 goods, corn and cotton, or X and Y, we can say. X, Y, 2 goods.
Here example corn, cotton. We can also take the example as wheat, rice, okay, gun, butter, in different ways. There are only two goods. And corn, possibility A, 0 corn, 0 unit of corn and 10 unit of cotton. Possibility B, 1 unit of corn, 9 units of cotton. Possibility C, 2 units of corn and 7 units of cotton. Possibility D, 3 units of corn and 4 units of cotton. Possibility E, 4 units of corn and 0 units of cotton. So there are two extreme possibilities, that is 0 ton, A possibility, E possibility, 4 0, 4 cotton 0, 4 corn, 0 cotton. Extreme possibilities. In between these two extreme possibilities, there are other possibilities, that is B, C, D. What you see in this table? We can see that when more unit of corn is produced, some units of cotton are sacrificed, forgone. That is called opportunity cost, the next best alternative. That is sacrificed or forgone is called opportunity cost. Okay. The last column, you look at the last column. Marginal opportunity cost. Marginal. When we move from possibility A to B, B to C, C to D, D to E, there are some marginal opportunity cost. That is additional. Marginal means additional. When we move from A to B, 0 unit of cotton, from 0 unit it becomes 1 unit. Okay. 1 unit increase in corn. And from 10 units of cotton, it became 9 units. That is 1 unit reduction. 1 unit fall. Sacrifice. That is sacrifice. 1 unit of cotton is sacrificed in order to get 1 more unit of corn. Understood? Kanda? ഒരു യൂണിറ്റ് കോൺ കൂടുതൽ കിട്ടാനായിട്ട് 1 യൂണിറ്റ് കോട്ടൺ എന്ത് ചെയ്യും നമ്മൾ സാക്രിഫൈസ് ചെയ്തു. റീസൺ എന്നൊക്കെ അറിയാം. യു നോ ദ റീസൺ, ബിക്കോസ് റിസോഴ്സ് ആർ സ്കേഴ്സ്, അല്ലേ, ലിമിറ്റഡ്. ദാറ്റ് ഇസ് വൈ ഇഫ് യു വാണ്ട് ടു ഇൻക്രീസ് ദി യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് 1 കമോഡിറ്റി, വി ഹാവ് ടു ഡിക്രീസ് ദ യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് അതർ കമോഡിറ്റി. അത് കുറച്ചേ പറ്റൂ. അതാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അവിടെ അതിൻ്റെ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് നോക്കൂ. അവിടെ കണ്ടോ, ബിയിലേക്ക് വരുമ്പോഴാണ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി വരുന്നത്. കണ്ടോ, 1 യൂണിറ്റ് ഇൻക്രീസ് ചെയ്യുന്നു ഏതിൽ, കോണിൽ. അപ്പോൾ നോക്കൂ, കോട്ടണിൽ 1 യൂണിറ്റ് ഡിക്രീസ് ചെയ്തു. അപ്പോൾ അത് ആ റേറ്റാണ്, അല്ലേ. അപ്പോൾ ഹൗ മച്ച് ഈസ് ദ ഡിക്രീസ് ഇൻ ദി, അല്ലെ, ഓർ സാക്രിഫൈസ് ഇൻ ദി സെക്കൻഡ് കമോഡിറ്റി, ദാറ്റ് ഈസ് കോട്ടൺ, ആൻഡ് ഹൗ മച്ച് ഈസ് ദ ഇൻക്രീസ് ഇൻ ദി ഫസ്റ്റ് കമോഡിറ്റി, 1 യൂണിറ്റ്. 1 unit sacrifice of cotton and 1 unit increase in corn. So we can say marginal opportunity cost is equal to MOC. It is always called MOC. That is a short form of marginal opportunity cost. MOC is equal to delta Y by delta X rate. It is called marginal opportunity cost or marginal rate of transformation, MRT. It is always called MRT. അങ്ങനെയും പറയും കേട്ടോ. MOC MRT എന്നും പറയാം. മാർജിനൽ റേറ്റ് ഓഫ് ട്രാൻസ്ഫർമേഷൻ. അവിടെ ട്രാൻസ്ഫർമേഷൻ ഉണ്ട്. റിസോഴ്സ് ആർ ട്രാൻസ്ഫോംഡ്, അല്ലേ, ഫ്രം ദ പ്രൊഡക്ഷൻ ഓഫ് 1 കമോഡിറ്റി ടു അനദർ കമോഡിറ്റി. ദാറ്റ് ഇസ് വൈ ഇറ്റ് ഇസ് കോൾഡ് ട്രാൻസ്ഫർമേഷൻ. അതാണ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. സോ പ്രൊഡക്ഷൻ പോസിറ്റീവ് കർവ് ഈസ് ആൾസോ കാൾഡ് ട്രാൻസ്ഫോർമേഷൻ കർവ്. അങ്ങനെയും പറയും. പ്രൊഡക്ഷൻ പോസിറ്റീവ് കർവ് ഈസ് കാൾഡ് ട്രാൻസ്ഫോർമേഷൻ കർവ്. പ്രൊഡക്ഷൻ പോസിറ്റീവ് ഫ്രോണ്ടിയർ, ഒരു ബൗണ്ടറി ലൈനാണിത്. ഇറ്റ് ഇസ് എ ബൗണ്ടറി ലൈൻ, അല്ലേ. ഫ്രോണ്ടിയർ എന്ന് പറയും. ഫ്രോണ്ടിയർ, അതിരെന്നൊക്കെ മലയാളത്തിൽ പറയത്തില്ലേ, ഫ്രോണ്ടിയർ. പ്രൊഡക്ഷൻ പോസിറ്റീവ് ഫ്രോണ്ടിയർ എന്നും പറയാം. അങ്ങനെ പേരുണ്ട്. പ്രൊഡക്ഷൻ പോസിറ്റീവ് കർവ്, PPC, PPF, ഓക്കെ, ട്രാൻസ്ഫോർമേഷൻ കർവ്. ആൾ ദീസ് ആർ ദ അതർ നെയിംസ് ഓഫ് പ്രൊഡക്ഷൻ പോസിറ്റീവ് കർവ്. അതർ 2 നെയിംസ്, അല്ലേ, 2 പേരും കൂടെ അതിന് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ നോക്കൂ, മാർജിൻ ഓപ്പറേഷൻ നോക്കി, ഡെൽറ്റ Y ബൈ ഡെൽറ്റ X കണ്ടോ. അവിടെ നമ്മൾ എന്ത് ചെയ്യും, 1/1, അപ്പോൾ 1 ആണല്ലോ. ദെൻ
2 യൂണിറ്റ് ഈസ് സാക്രിഫൈസ്ഡ് ഫ്രം ബി ടു സി, ബിയിൽ നിന്ന് സിയിലേക്ക് മൂവ് ചെയ്യുന്നു. 2 യൂണിറ്റ്സ് ഓഫ് കോട്ടൺ ഈസ് സാക്രിഫൈസ്ഡ് ആൻഡ് 1 യൂണിറ്റ് ഇൻക്രീസ് ഇൻ കോൺ. ഓക്കെ, അപ്പോൾ 2/1 ഡെൽറ്റ ഒയ് ബൈ ഡെൽറ്റ എക്സ് 2/1 ദാറ്റ് ഇസ് 2. ദെൻ 3 യൂണിറ്റ് സാക്രിഫൈസ് കണ്ടോ, സി ടു ഡി 7 became 4. അപ്പം 7 4ആയപ്പോൾ 3 യൂണിറ്റ് കുറഞ്ഞില്ലേ ഇവിടെ. 3 യൂണിറ്റ് സാക്രിഫൈസ് വന്നു. ഏതിൽ? കോട്ടണിൽ അല്ലെങ്കിൽ ഒയ് എന്ന കമ്മ്യൂണിറ്റിയിൽ അല്ലേ. അപ്പോൾ സാക്രിഫൈസ് എത്ര? 3. അപ്പോൾ അവിടെ നമ്മൾ എങ്ങനെ എഴുതും? ഇൻക്രീസ് എത്ര? കോണിലെ ഇൻക്രീസ് എത്ര? 1 യൂണിറ്റ്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? 3/1 3. ദെൻ ഡി ടു ഇ, ഡി നിന്ന് ഇയിലേക്ക് പോകുമ്പോൾ നോക്കൂ, അത് നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും കണ്ടോ. ഡി നിന്ന് ഇയിലേക്ക് പോകുമ്പോൾ അവിടെ 4 എന്നുള്ള 0 ആയി കണ്ടോ, കോട്ടൺ. അപ്പോൾ 4 യൂണിറ്റ് തന്നെ സാക്രിഫൈസ് ചെയ്തു. ശരിയല്ലേ? 4/1 ദാറ്റ് ഈസ് ഇക്വൽ ടു 4 കണ്ടോ. 1 2 3 4. മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഈസ് ഇൻക്രീസിങ് ഹിയർ. അപ്പം മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഇവിടെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി വീണ്ടും നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ അല്ലേ, ഇവിടെ ആണെങ്കിൽ 5 6 അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് നമ്മൾ ഇവിടെ നിർത്തിയിരിക്കുകയാണ്. ഈ വരെയുള്ള പോസിറ്റിവിറ്റി കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഈസ് ആൾവേസ് ഇൻക്രീസിങ് കണ്ട. മനസ്സിലായില്ലേ? അങ്ങനെ ഇൻക്രീസ് ചെയ്താൽ ഇതിനൊരു ഷേപ്പ് കിട്ടും, കർവിൻ്റെ ഒരു ഷേപ്പ് വരും. എന്താണെന്നറിയോ? കോൺകേവ് കർവ് എന്ന് പറയും. അപ്പോൾ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഇൻക്രീസ് ചെയ്താൽ കിട്ടുന്ന കർവാണ് കോൺകേവ്. ജനറലി ഇറ്റ് ഈസ് കോൺകേവ്. പി പി സി ഈസ് ആൾവേസ് കോൺകേവ്. ജനറലായിട്ട് പി പി സി കോൺകേവ് ആയിട്ടാണ് നമ്മൾ പറയപ്പെടുന്നത്. എന്നാൽ ഇറ്റ് മേ ബി കോൺവെക്സ്, അത് കോൺവെക്സ് ആകാം കേട്ടോ, സ്ട്രെയിറ്റ് ലൈൻ ആകാം. കോൺവെക്സ് ആവുന്ന എപ്പോഴാണെന്നറിയോ? വെൻ ദി മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഈസ് ഡിക്രീസിങ്. നേരെ ഓപ്പോസിറ്റ്. ഇപ്പോൾ ഇതിപ്പോൾ 1 2 3 4 എന്നല്ലേ പോയി നോക്കി. ഇനി അത് 4 3 2 1 എന്ന് പോയെന്ന് വിചാരിച്ചോ. അങ്ങനെ പോയി കഴിഞ്ഞാൽ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഡിക്രീസ് ചെയ്യുകയാണ്. ദെൻ ദ ഷേപ്പ് വിൽ ബി കോൺവെക്സ്. അപ്പോൾ എൻ്റെ ഷേപ്പ് കോൺവെക്സ് ആയിരിക്കും. മനസ്സിലായല്ലേ? അപ്പോൾ കോൺവെക്സിലേക്ക് പോകും ഷേപ്പ്. മനസ്സിലായല്ലേ? കോൺകേവ് എന്നുള്ളത് കോൺവെക്സിലേക്ക് പോകുന്നു ഷേപ്പ്. അതാണ് എൻ്റെ ഷേപ്പ് പോകുന്നത്. മനസ്സിലായല്ലേ? അപ്പോൾ ഇവിടെ കണ്ടോ നോക്കൂ, മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് നമ്മൾ വ്യക്തമായിട്ട് പറയുന്നു. ഇപ്പോൾ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ റിസോഴ്സിൻ്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് റിസോഴ്സ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ വാല്യൂ ഓഫ് ദ നെക്സ്റ്റ് ബെസ്റ്റ് യൂസ് ടു വിച്ച് ദാറ്റ് റിസോഴ്സ് ഈസ് പുട്ട് എന്നാണ് അല്ലേ. അതാണ് ശരിക്കും പറഞ്ഞാൽ അതൊരു നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഫോർഗോൺ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുമ്പോൾ കണ്ടോ എന്താണ്? ദ റേഷ്യോ ഓഫ് ദ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് എ ഗുഡ് സാക്രിഫൈസ്ഡ് ടു പ്രൊഡ്യൂസ് ആൻ അഡീഷണൽ യൂണിറ്റ് ഓഫ് ദി അതർ ഗുഡ്. കണ്ടോ, അഡീഷണൽ യൂണിറ്റ് ഓഫ് അതർ ഗുഡ്. അപ്പോൾ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഏതാണ്? കോണിൻ്റെ അഡീഷണൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ മറ്റുള്ള സാക്രിഫൈസ് ചെയ്യുന്നു റേറ്റ്. കണ്ട, മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഇസ് ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് എ ഗുഡ് സാക്രിഫൈസ്ഡ്. അല്ല, അവിടെ സാക്രിഫൈസ് ചെയ്തോ എന്തിനാ? ടു പ്രൊഡ്യൂസ് ആൻ അഡീഷണൽ യൂണിറ്റ് ഓഫ് ദി അതർ ഗുഡ്. അതർ ഗുഡ് ഇവിടെ ഏതാ? വിച്ച് ഈസ് ദ അതർ ഗുഡ് ഹിയർ? അതർ ഗുഡ് ഈസ് കോട്ടൺ അല്ലേ. അതർ ഗുഡ് ഇവിടെ ഏതാണ്? സോറി, അതർ ഗുഡ് ഈസ് കോൺ. ഇവിടെ കോണാണ് അതർ ഗുഡ്. കാരണം നമ്മൾ ഇവിടെ സാക്രിഫൈസ് ചെയ്യുന്നത് കോട്ടൺ ആണല്ലോ. അപ്പോൾ അതർ ഗുഡ് ഏതായിട്ട് വരും? കോണായിട്ട് വരും. മനസ്സിലായല്ലേ? ടു പ്രൊഡ്യൂസ് എന്താണ്? അഡീഷണൽ യൂണിറ്റ് ഓഫ് ദി അതർ ഗുഡ്. അതാണ്. അപ്പോൾ MOC ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ്. ഓക്കെ, ഇറ്റ് ഈസ് ആൾസോ കാൾഡ് മാർജിനൽ റേറ്റ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ, MRT എന്നും പറയും. ഞാൻ നേരത്തെ പറഞ്ഞു. ഇനി നമുക്ക് ഈ പൊട്ടൻഷ്യൽ പോസിറ്റിവിറ്റി കർവ് വരച്ചു നോക്കാം അല്ലേ. പൊട്ടൻഷ്യൽ പോസിറ്റിവിറ്റി കർവ് ഒന്ന് വരച്ചു നോക്കാം. പൊട്ടൻഷ്യൽ പോസിറ്റിവിറ്റി കർവ് കണ്ടോ, ക്യാൻ ബി ഡ്രോൺ. പൊട്ടൻഷ്യൽ പോസിറ്റിവിറ്റി കർവ് നമ്മൾ വരയ്ക്കാൻ പോവാണ് കണ്ടോ. ക്യാൻ ബി ഡ്രോൺ കണ്ടോ ഓൺ ദി ബേസിസ് ഓഫ് ദി പൊട്ടൻഷ്യൽ പോസിറ്റിവിറ്റി ഷെഡ്യൂൾ ഗിവൺ എബവ്. നമ്മൾ മുകളിൽ കൊടുത്ത പൊട്ടൻഷ്യൽ പോസിറ്റിവിറ്റി ഷെഡ്യൂളിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ പൊട്ടൻഷ്യൽ പോസിറ്റിവിറ്റി കർവ് വരയ്ക്കുന്നു. നോക്കൂ, എക്സ് ആക്സിസ് വൈ ആക്സിസ്. എക്സ് ആക്സിൽ കാണിച്ചിരിക്കുന്ന കോട്ടൺ അല്ലേ. വൈ ആക്സിൽ എന്ത് കാണിച്ചിരിക്കുന്നു? കോൺ കാണിച്ചിരിക്കുന്നു. വൈ ആക്സിൽ കോട്ടൺ കാണിച്ചിരിക്കുന്നു. എക്സ് ആക്സിൽ കോൺ കാണിച്ചിരിക്കുന്നു. എക്സിൽ കോൺ, വൈയിൽ കോട്ടൺ. കണ്ടോ, ശ്രദ്ധിക്കുക. എക്സിൽ കോൺ, വൈയിൽ കോട്ടൺ, അങ്ങനെ നമ്മൾ കാണിക്കുന്നത്. ഇപ്പോൾ എക്സ് കമോഡിറ്റി ആണെങ്കിൽ എക്സ് കമോഡിറ്റി അപ്പോൾ നമ്മൾ എക്സ് ആക്സിസ് തന്നെ കാണിക്കാം. വൈ കമോഡിറ്റി, കോട്ടനെ വൈ കമോഡിറ്റി എന്ന് പറയാം. അത് നമ്മൾ വൈ ആക്സിസിൽ കാണിക്കും. കണ്ടോ, അവിടെ നോക്കൂ, പൊട്ടൻഷ്യൽ പോസിറ്റിവിറ്റി കർവിൻ്റെ ഷേപ്പ് നിങ്ങൾ കണ്ടോ? ഈ ഷേപ്പ് കണ്ടോ? ഈ സാധനം ഇങ്ങനെ പോകുന്നത് കണ്ടോ? ഇതാണ് കോൺ കേവ് ഷേപ്പ്. കണ്ടോ, കോൺ കേവ് ഇങ്ങനെയാണ്. കോൺവെക്സാണ് തിരിച്ചിങ്ങനെ പോകും അല്ലേ, അകത്തുനിന്ന് ഇങ്ങോട്ട് പോകും ഇങ്ങനെ. ഇത് കോൺവെക്സ് ആണ്.
അപ്പോൾ ഈ കോൺവെക്സ് ഷേപ്പിൽ കൊണ്ട് ഈ കർവിൽ കുറേ പോയിന്റുകളുണ്ടല്ലേ. ദർ ആർ സർട്ടൻ പോയിന്റ്സ് ഓൺ ദി കർവ് എ ബി സി ഡി ഇ. 5 points are there on the curve. These 5 points are the 5 possibilities of production of 2 goods. Okay. 2 ഗുഡ്സുകളുടെ പ്രൊഡക്ഷൻ്റെ 5 സാധ്യതകളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കണ്ടോ, ഈ 5 സാധ്യതകൾ ഈ കർവിൽ കൂടെ കാണിച്ചിരിക്കുന്നുണ്ട്. നമ്മളിത് കർവിനെ കറക്റ്റായിട്ട് പ്ലോട്ട് ചെയ്യുമ്പോൾ കിട്ടും. കണ്ടോ, ഫസ്റ്റ് എ പോയിന്റ് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 10 കണ്ടോ 0. ബി പോയിന്റ് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ നമ്മൾ നേരത്തെ എടുത്ത അതേപോലെ കണ്ടോ 1 കണ്ടോ 9. 1 9 വരും. ഇങ്ങോട്ട് 9 വരും, ഇവിടെ 1 വരും. കണ്ടോ 2 എടുക്കുമ്പോൾ 7 അല്ല, അവിടെ 7 വരും. കോട്ടണിൽ 7 വരും, 2 വരും. കോണിൽ 3 വരുമ്പോൾ 7 പിന്നെ 4 ആവും അല്ലേ. പിന്നെ കണ്ടോ ഇവിടെ കോൺ 4 ആവും, മറ്റേ 0 കണ്ടോ 4 ഇവിടെ 0 ഉണ്ടോ ഇങ്ങനെ വന്നു. അപ്പോൾ ഇവിടെ വന്നു കണ്ടോ, ഇത്രയും പോയിന്റുകളാണ് ഇതിനകത്ത് വന്നത്. അപ്പോൾ ഓൾ ദീസ് പോയിന്റ്സ് ഓൺ ദി പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഷോസ് എഫിഷ്യൻ്റ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. ഇത് ഏതെടുത്താലും ഇവിടെ എല്ലാം തന്നെ റിസോഴ്സുകളെ എഫിഷ്യൻ്റായിട്ട് ഉപയോഗിച്ചിരിക്കുന്നു. ഫസ്റ്റ് യൂട്ടിലൈസേഷൻ, എഫിഷ്യൻ്റ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് അല്ല ഈസ് ഡൺ ഹിയർ. മനസ്സിലായി? അതാണ് ഇതിൻ്റെ അസംഷൻ നമ്മൾ പറഞ്ഞത്. റിസോഴ്സുകൾ വേസ്റ്റ് ആക്കുന്നില്ല. ആൻഡ് റിസോഴ്സ് ആർ ഫുള്ളി യൂട്ടിലൈസ്ഡ്. ദാറ്റ് ഈസ് എഫിഷ്യൻ്റ് യൂട്ടിലൈസേഷൻ. അപ്പോൾ നമുക്ക് പറയാം ഓൾ ദി പോയിന്റ്സ് ഓൺ ദി പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഷോസ് എഫിഷ്യൻ്റ് യൂട്ടിലൈസേഷൻ. എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ഇങ്ങനെയാണ്. ഒരു പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഇങ്ങനെ വരച്ച് തന്നിരിക്കും. എ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് വിൽ ബി ഗിവൺ. ദെൻ സർട്ടൺ പോയിന്റ്സ് വിൽ ബി ദെയർ ഓൺ ദി കർവ്. എന്നിട്ട് 1-2 പോയിന്റ് ഇങ്ങനെ ഇട്ടിരിക്കും. ഇപ്പം ചിലപ്പം എയും സിയും 2 പോയിൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ എയും ബിയും അല്ലെങ്കിൽ ഡി ഏതെങ്കിലും 2-3 പോയിന്റ് ഇങ്ങനെ ഇട്ടിരിക്കും. എന്നിട്ട് ചോദിക്കും വാട്ട് ഡു ദ പോയിന്റ്സ് ഷോ. ഈ പോയിന്റുകൾ വാട്ട് ഡു ദ പോയിന്റ്സ് ഓൺ ദി പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഷോ. ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഈ പോയിന്റിൽ എന്താണ് കാണിക്കുന്നത്? അപ്പോൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം ദ പോയിന്റ്സ് ഓൺ ദ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഷോ എന്താണ് എഫിഷ്യൻ്റ് യൂട്ടിലൈസേഷൻ. കണ്ടോ, ഫുള്ളസ്റ്റ് യൂട്ടിലൈസേഷൻ. അവിടെ ഫുള്ളസ്റ്റ് യൂട്ടിലൈസേഷൻ കാണിക്കുന്ന പോയിന്റുകളാണ്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഒരു പോയിന്റ് താഴെ വന്നാലോ? ഇഫ് എ പോയിന്റ് കംസ് ബിലോ, ഇപ്പം എഫ് നമ്മളിവിടെ ഇ അല്ലേ കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിനകത്ത് ഇവിടെ എഫ് വന്നു വിചാരിച്ചു. ഇതിനകത്ത് ഞാനിപ്പോൾ കാണിക്കുന്നത് ഈ ഭാഗത്ത് എഫ് വന്നു. ഇതിനകത്താണ് വന്നത്, ഈ താഴെയാണ് വന്നത്, ഇവിടെയാണ് വന്നത് എഫ്. അത് കാണിക്കുന്ന എന്തായിരിക്കും എന്നറിയോ? അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. അവിടെ ഫുള്ളായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. താഴെയല്ലേ വന്ന് കിടക്കുന്നത്. റിസോഴ്സ് ആർ അണ്ടർ യൂട്ടിലൈസർ എന്ന് പറയും. ഫുള്ളസ്റ്റ് യൂട്ടിലൈസേഷൻ ഈസ് നോട്ട് ടേക്കിംഗ് പ്ലേസ് ദെയർ. അണ്ടർസ്റ്റുഡ് എന്ന് പറയും. അപ്പോൾ ഇതിന് താഴെ ഒരു പോയിന്റ് ഇട്ടുകൊണ്ട് എക്സാമിന് ചോദിക്കും. ദർ ഇസ് എ പോയിന്റ് ബിലോ ദ പ്രൊഡക്ഷൻ പോസിബിലിറ്റി. വാട്ട് ഡസ് ഇറ്റ് ഇൻഡിക്കേറ്റ്സ്? അപ്പോൾ നിങ്ങൾ പറയണം ദിസ് പോയിന്റ് ഇൻഡിക്കേറ്റ്സ് അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ബിക്കോസ് ഇറ്റ് ലൈസ് ബിലോ ദ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. അതിൻ്റെ ബിലോയിൽ വന്നതുകൊണ്ട് അണ്ടർ യൂട്ടിലൈസേഷൻ. മനസ്സിലായാലേ? ഫുൾ യൂട്ടിലൈസേഷൻ നടക്കുന്നില്ല, ഫുള്ളസ്റ്റ് യൂട്ടിലൈസേഷൻ അവിടെ നടക്കുന്നില്ല. മനസ്സിലായോ? അപ്പോൾ നോക്കിക്കോളൂ, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തായിരിക്കും നോക്കാം. ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കണ്ടോ, കോൺകേവ് ഷേപ്പ്. എന്തുകൊണ്ടാണ് കോൺകേവ് ആയത്? സിൻസ് MOC ഈസ് ഇൻക്രീസിങ് കണ്ടോ. ഇഫ് MOC ഡിക്രീസസ് PPC വിൽ ബി കോൺവെക്സ് ഷേപ്പ്. ഇഫ് MOC റിമെയിൻസ് ദ സെയിം, MOC കോൺസ്റ്റൻ്റ് എന്ന് വിചാരിച്ചോ, റിമെയിൻസ് മീൻസ് കോൺസ്റ്റൻറ്റ്, PPC വിൽ ബി എ സ്ട്രൈറ്റ് ലൈൻ. അപ്പോൾ PPC സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും അല്ലേ. ഇത് നമുക്ക് നോക്കേണ്ടത് വി ഹാവ് ടു ഡിസ്കസ് ദ ഷിഫ്റ്റ്സ് ഓഫ് PPC. ഷിഫ്റ്റ്, ഈ PPCക്ക് ഷിഫ്റ്റ് വരാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഷിഫ്റ്റ് വരുന്നതെന്ന് നോക്കാം. PPC ഷിഫ്റ്റ് ആവും, മനസ്സിലായില്ലേ? PPC ഷിഫ്റ്റ് ആവുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഷിഫ്റ്റ് ആകുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നവരോ PPC ഷിഫ്റ്റ് ആവുമെന്ന് പറഞ്ഞാൽ അവിടെ PPCക്ക് മാറ്റം സംഭവിക്കും. ഈ ഷിഫ്റ്റ് വരാനുള്ള കാരണങ്ങൾ നമുക്ക് നോക്കണം. അപ്പോൾ റീസൺസ് ഫോർ ദി ഈ 2 ഷിഫ്റ്റുകളുണ്ട്. ദർ ആർ ഡൗൺവേർഡ് ഷിഫ്റ്റ്, അല്ല ദാറ്റ് മീൻസ് ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ്, റൈറ്റ് വേർഡ് അങ്ങനെ പറയാം. ലെഫ്റ്റ് വേർഡും റൈറ്റ് വേർഡ് ഷിഫ്റ്റ് എന്ന് പറയാം. ദർ ആർ 2 ടൈപ്സ് ഓഫ് ഷിഫ്റ്റ്സ്. റൈറ്റ് വേർഡ് എന്ന് പറയുമ്പോൾ ഇപ്പം നിൽക്കുന്ന കർവിന് റൈറ്റിൽ വരും അല്ലേ. ഇപ്പം നിൽക്കുന്ന കർവ് എവിടെയാണോ അതിൻ്റെ റൈറ്റിലേക്ക് പോകും. ലെഫ്റ്റ് വേർഡ് നിൽക്കുന്ന കർവ്, ഒറിജിനൽ കർവ് ഉണ്ടല്ലോ, അതിന് ലെഫ്റ്റിലേക്ക് പോകും. മനസ്സിലായല്ലേ? അപ്പോൾ റൈറ്റും ലെഫ്റ്റും ആയിട്ട് പോകും. നിൽക്കുന്ന കർവിന് അല്ലേ റൈറ്റിലേക്ക് പോകും, ലെഫ്റ്റിലേക്ക്. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുകയും. അപ്പോൾ ഇവിടെ നമ്മൾ ഞാൻ ഒരു ടേബിൾ വരച്ചേക്കുന്നുണ്ടോ? ഈ ടേബിൾ ഞാൻ കാണിക്കുന്നത് റീസൺസ് ഫോർ ദി കണ്ടോ റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ഓഫ് PPC, റീസൺസ് ഫോർ ദ ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ്. അപ്പോൾ റൈറ്റ് വേർഡും ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റിൻ്റെ റീസൺസാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് കണ്ടോ.
ആ റീസൺസിൽ നമ്മൾ കാണാൻ സാധിക്കുന്നത് കണ്ടോ, ആ റീസൺസ് വ്യക്തമായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും. അവിടെ കണ്ടോ, ഇൻക്രീസ് ഇൻ റിസോഴ്സസ്, റൈറ്റ് വേർഡ് ഉണ്ടോ, ഷിഫ്റ്റ് വരുമ്പോൾ ഇൻക്രീസ്, റിസോഴ്സിൽ ഇൻക്രീസ് ചെയ്യുന്നു ഉണ്ടോ, അപ്പോൾ റൈറ്റ് വേർഡ് വരും. മറ്റേ നമ്മുടെ റിസോഴ്സ് തന്നെ ഗിവണാക്കിയാണല്ലോ നിർത്തിയത്, റിസോഴ്സ് മാറ്റമില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ റിസോഴ്സ് വർദ്ധിക്കുമെന്ന് വിചാരിച്ചു. റിസോഴ്സ് വർദ്ധിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? റൈറ്റ് വേർഡിലേക്ക് പോകും. കണ്ടോ, ദാറ്റ് ഇസ് എ പോയിൻറ്റ് എച്ച്. ഇവിടെ ഒരു എച്ച് എന്നൊരു പോയിൻ്റ് കൂടെ കൊടുത്തിട്ടുണ്ട്, നോക്കൂ കണ്ടോ, ഈ എച്ച് പോയിൻ്റ് കൂടെ നമ്മൾ വരച്ചിരിക്കുക കണ്ടോ, ന്യൂ കർവ് അല്ലേ, ഷിഫ്റ്റഡ് കർവ് കണ്ടോ, അത് ഷിഫ്റ്റഡ് കർവാണത്, ന്യൂ കർവാണ് കണ്ടോ. അവിടെ എന്താ കാണുന്നത് നോക്കിയേ കണ്ടോ, അവിടെ ഗ്രോത്ത് ഓഫ് റിസോഴ്സസ് കണ്ടോ, അപ്പോൾ അത് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇനി അടുത്ത് നോക്കിയേ, ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ്, ഇത് ലെഫ്റ്റ് വേർഡാണ് ജി, അവിടെ അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് കണ്ടോ, അപ്പോൾ അതെന്താ സംഭവിച്ചത്? അണ്ടർ യൂട്ടിലൈസ്. അപ്പോൾ റൈറ്റ് വേർഡ് ഷിഫ്റ്റ് വരെയുള്ള റീസൺസ് ഞാനിവിടെ മെയിനായിട്ടുള്ള 4 റീസൺസ് എഴുതിയിട്ടുണ്ട്. വേറെയൊക്കെ റീസൺസ് പറയുമെങ്കിൽ മെയിനായിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇൻക്രീസ് ഇൻ റിസോഴ്സസ്, ഇംപ്രൂവ്മെൻറ്റ് ഇൻ ടെക്നോളജി, ടെക്നോളജിയിലൊക്കെ ഭയങ്കര മാറ്റം വന്നു, സോഫിസ്റ്റിക്കേറ്റഡ് മോസ്റ്റ് മോഡേൺ ടെക്നോളജീസ് അപ്ലൈ ചെയ്യണം, അത്യാധുനിക ടെക്നോളജികൾ അല്ലേ നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും കണ്ടോ, അളവ് കൂടും. ദ ക്വാണ്ടിറ്റീസ് ഓഫ് ബോത്ത് കമ്മോഡിറ്റീസ് വിൽ ബി അല്ലേ അല്ലേ, മോർ ക്വാണ്ടിറ്റീസ് ഓഫ് ബോത്ത് കമ്മോഡിറ്റീസ് ക്യാൻ ബി പ്രൊഡ്യൂസ്, ക്വാണ്ടിറ്റീസ് ഓഫ് ബോത്ത് കമ്മോഡിറ്റീസ് വിൽ ബി ഇൻക്രീസ്, 2 കമ്മോഡിറ്റിയും ക്വാണ്ടിറ്റി വർദ്ധിക്കും കണ്ടോ. അപ്പോൾ ടെക്നോളജി കൂടുന്നു. പിന്നെ സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, അപ്പോൾ ഗവൺമെൻറ് സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം കൊണ്ടുവരുന്നു, ട്രെയിനിങ് കൊടുക്കുകയാണ് എല്ലാവർക്കും, നല്ല രീതിയിൽ ട്രെയിനിങ് കൊടുത്ത് നല്ല സ്കിൽഡ് ലേബർ ഫോഴ്സിനെ ഉപയോഗിക്കുകയാണ് അല്ലേ. ഗവൺമെൻറ് ഈസ് അപ്ലൈങ് സ്കിൽഡ് ലേബർ ഫോഴ്സസ്, എംപ്ലോയി സ്കിൽഡ് ലേബർ ഫോഴ്സസ്. അപ്പോൾ സ്കിൽഡ് ലേബർ പിന്നെ സ്കിൽ ഡെവലപ്മെൻറ്റ് സ്കീമുകൾ ഗവൺമെൻറ്, അങ്ങനെ ഗവൺമെൻറ് സ്കീമുണ്ട്, സ്കിൽ ഡെവലപ്മെൻറ്റ് സ്കീം ഗവൺമെൻറ് ഉണ്ടല്ലോ നമ്മുടെ. അപ്പോൾ ആ സ്കിൽ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരുമ്പോൾ അവിടെ കണ്ടോ അവർക്ക് റൈറ്റ് വേർഡ് ഷിഫ്റ്റ് വരും കണ്ടോ. പിന്നെ എന്താണ്, ക്യാപിറ്റൽ ഫോർമേഷൻ, ഇൻക്രീസ്ഡ് ക്യാപിറ്റൽ ഫോർമേഷൻ, മൂലധന രൂപീകരണം വർദ്ധിക്കുന്നു. മൂലധന രൂപീകരണം വെച്ചാൽ ഇൻവെസ്റ്റ്മെൻറ്റ്, സേവിങ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലേ, സേവിങ്സ് ഉണ്ടാകുന്ന ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് വരും. ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുമ്പോഴാണ് ഈ ക്യാപിറ്റൽ ഫോർമേഷൻ ഉണ്ടാകുന്നത്. ക്രിയേഷൻ ഓഫ് ക്യാപിറ്റൽ, ദാറ്റ് ഇസ് വാട്ട്സ് കോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ്, അതാണ് ക്യാപിറ്റൽ ഫോർമേഷൻ. സേവിങ്സിൽ നിന്നാണ് വരുന്നത് ഇൻവെസ്റ്റ്മെൻറ്റോ ക്യാപിറ്റൽ ഫോർമേഷൻ ഉണ്ടാകും. അതെല്ലാം കണ്ടോ കൂടുതൽ ബെറ്ററായിട്ട് നമുക്ക് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ബെറ്റർ ക്വാളിറ്റി പ്രോഡക്ട്സ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ്, മോർ ക്വാണ്ടിറ്റി ഓഫ് ദ പ്രോഡക്ട്സ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ്. ഓക്കെ, അപ്പോൾ റൈറ്റ് വേർഡ് ഷിഫ്റ്റ് വന്നു, മനസ്സിലായോ? ഇനി ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് വരുമ്പോൾ ഉണ്ടോ, ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റിൻ്റെ റീസൺ നോക്കിയേ, ഇവിടെ ഇൻക്രീസ് ഇൻ റിസോഴ്സ് പറഞ്ഞു റൈറ്റ് വേർഡ്, അപ്പോൾ ലെഫ്റ്റ് വേർഡ് എന്ത് വരും? ഡിഗ്രീസ് ഇൻ റിസോഴ്സ് കുറഞ്ഞു പോകും, നേരത്തെക്കാളും കുറയും. ദർ ബി റിഡക്ഷൻ റിസോഴ്സ്, ഡിഗ്രീസ് ഇൻ റിസോഴ്സ്, അപ്പോൾ ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് വരും ഉണ്ടോ. അപ്പോൾ അണ്ടർ യൂട്ടിലൈസേഷൻ വരും കണ്ടോ, അതാണ് ജി എന്നുള്ള പോയിന്റ് അണ്ടർ യൂട്ടിലൈസേഷൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് ടെക്നോളജിക്കൽ ഒബ്സല്യൂഷൻസ്, ടെക്നോളജിക്കൽ ഒബ്സല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ടെക്നോളജിയൊക്കെ തരംതാണ ടെക്നോളജി ആയപ്പോൾ ഓൾഡ് പ്രിമിറ്റീവ് ടെക്നോളജി ഒബ്സല്യൂട്ട് ചെയ്യാണ്, ടെക്നോളജിയുടെ എന്താണ് ക്വാളിറ്റി കുറഞ്ഞു പോവുകയാണ്. പഴഞ്ചൻ ടെക്നോളജി നമ്മൾ പറയും ഓൾഡ് മെത്തേഡൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ വല്ല രക്ഷയുണ്ട് അല്ലേ, ന്യൂ മെത്തേഡുകളിലേ അപ്ലൈ ചെയ്യാനുള്ളത്. അപ്പോൾ അവിടെ ടെക്നോളജിക്കൽ ഒബ്സല്യൂഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും? അവിടെ നമ്മുടെ ഡിഗ്രീസ് വരും കണ്ടോ. പിന്നെ നാച്ചുറൽ കലാമിറ്റീസ്, ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. പ്രകൃതി ദുരന്തങ്ങൾ അല്ലേ, അത് ഏതൊക്കെ നമുക്ക് അറിയാം. ഫ്ലഡ് അല്ലേ, വെള്ളപ്പൊക്കം വരും. എർത്ത്ക്വേക്സ്, അതായത് ഭൂകമ്പം വരും, ഭൂമി കുലുക്കുക എന്ന് നമ്മൾ പറയും, ഭൂകമ്പം. സുനാമി, ഇതൊക്കെ നമ്മൾ അനുഭവിച്ചുള്ള കാര്യങ്ങളാണ്. സുനാമിയൊക്കെ നമ്മളല്ലേ കേരളത്തിൽ പോലും അനുഭവിച്ച കാര്യങ്ങളാണ് നമ്മൾ. അതുപോലെ തന്നെ വാർ, യുദ്ധം വരുന്നു, മനസ്സിലായി പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ, ടെററിസം, ഭീകരാക്രമണം, ടെററിസം. അപ്പോൾ ഇതൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ടെററിസ്റ്റുകളുടെ അല്ലേ പ്രവർത്തനങ്ങൾ, ഭീകരപ്രവർത്തനങ്ങൾ, അതൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് ദോഷം ചെയ്യും. ടെററിസ്റ്റുകൾ എന്ത് വേണോ ചെയ്യും, ട്രെയിനിന് വരെ അല്ലേ മറിച്ചിടാൻ നോക്കിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ പലതരം ബോംബ് കൊണ്ട് എടുത്ത് കളയും അല്ലേ. അപ്പോൾ ആളുകളൊക്കെ ചിലപ്പോൾ അവർ ആക്രമിക്കും, കൊല്ലും അല്ലേ. ഇതൊക്കെ ആണ് ഈ ടെററിസ്റ്റുകളുടെ ജോലി എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഈ ടെററിസം കൂടി കഴിഞ്ഞാൽ അതും ഇതുപോലുള്ള കണ്ടോ റിസോഴ്സുകളെ കുറച്ച് കളയും. അപ്പോൾ ഇതെല്ലാം കണ്ടോ, അപ്പോൾ ഡൗൺ വേർഡായിട്ടുള്ള അതിൻ്റെ ലെഫ്റ്റ് വേർഡായിട്ട് ഷിഫ്റ്റ് ചെയ്യും, മനസ്സിലായോ? ഇതൊക്കെ എൻ്റെ റീസൺസാണ്. ഈ പ്രകൃതി ദുരന്തങ്ങൾ ഏറ്റവും വലിയ കാര്യമാണ്. അപ്പോൾ നമുക്കിത് അപ്പം കണ്ടോ, ഇതിൽ ഒന്ന് ശ്രദ്ധിക്കും നിങ്ങൾ. പ്ലീസ് ലുക്ക് അറ്റ് ദിസ് ഷിഫ്റ്റഡ് പ്രൊഡക്ഷൻ പോസിറ്റീവ് കറി, ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നു. റൈറ്റ് വേർഡും ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കണ്ടോ, ഇവിടെ ഞാൻ ഇപ്പം പറഞ്ഞു തന്നേ ഉള്ളൂ കണ്ടോ. അപ്പോൾ ഈ എക്സാമിന് ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കേ, പോയിൻ്റ് എച്ച് ഷോസ്, അപ്പോൾ നിങ്ങൾ പറയണം പോയിൻ്റ് എച്ച് ഷോസ് ഗ്രോത്ത് ഓഫ് റിസോഴ്സസ് അല്ലേ, റിസോഴ്സിൻ്റെ ഗ്രോത്ത് കാണിക്കുന്നു.
പോയിൻ്റ് ABCDE ഇത്രയും പോയിന്റ്, അതുപോലെ ആരോ ഇട്ടിരിക്കുകയാണ്. ഇതെല്ലാ പോയിന്റും കൂടെ വരും. എല്ലാ പോയിന്റും കഴിയുന്നു ഫുൾ എംപ്ലോയ്മെൻറ്റ് അല്ലേ, ഫുൾ എംപ്ലോയ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ ഫുൾ യൂട്ടിലൈസേഷൻ ആണ്, ഫുൾ എംപ്ലോയ്മെൻറ്റ് റിസോഴ്സസ് ആണ്. അത് കഴിഞ്ഞുള്ള പോയിൻ്റ് G, അത് കണ്ടോ, അത് താഴെയാണേ. അപ്പോൾ അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, അണ്ടർ പ്രൊഡക്ഷനാണ് അല്ലേ. അവിടെ അണ്ടർ പ്രൊഡക്ഷൻ വന്നു, വർഷം കുറഞ്ഞു പോയി കണ്ടോ, അണ്ടർ യൂട്ടിലൈസേഷൻ. അപ്പോൾ റിസോഴ്സ് അണ്ടർ യൂട്ടിലൈസ് ചെയ്യും. ഓക്കെ, ഇത് വളരെ പ്രധാനമാണ്, ശ്രദ്ധിക്കുക. ഇതാണ് ഇതിൻ്റെ ഷിഫ്റ്റുകളെന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ലാസ്റ്റ് ഓൺ ഇൻ ദി ഫസ്റ്റ് ചാപ്റ്റർ. ഓർഗനൈസേഷൻ ഓഫ് ഇക്കണോമിക് ആക്ടിവിറ്റീസ്, ഇറ്റ് ഈസ് സർവൈസ് കാൾഡ് ഇക്കണോമിക് സിസ്റ്റംസ് ഓർ എക്കണമി. നമ്മൾ എക്കോണമി എന്ന് കേട്ടോ, ഇന്ത്യൻ ഇക്കോണമി, ചൈനീസ് ഇക്കോണമി, അമേരിക്കൻ ഇക്കോണമി അല്ലേ, ബ്രിട്ടീഷ് ഇക്കോണമി, ഇങ്ങനെ നമ്മൾ കേട്ടില്ല. അപ്പോൾ എക്കോണമി എന്ന് പറഞ്ഞാൽ എന്താണ്? എക്കോണമി, എക്കണോമിക്സ് വേറെ, എക്കോണമി വേറെ കേട്ടോ. എക്കോണമി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ സിസ്റ്റം, ഒരു സിസ്റ്റമാണത്. ഓർ ഇറ്റ് ഈസ് കാൾഡ് എക്കണോമിക് സിസ്റ്റം. അതിന് എക്കണോമിക് സിസ്റ്റം എന്നും പറയാം. അതാണ് എക്കോണമി ഓർ എക്കണോമിക് സിസ്റ്റം. എക്കണോമിക്സ് ഈസ് എ ഡിസിപ്ലിൻ, എക്കണോമിക്സ് ഒരു ഡിസിപ്ലിൻ, സോഷ്യൽ സയൻസ്. പക്ഷേ എക്കോണമി എന്ന് പറഞ്ഞാൽ എ സിസ്റ്റം. അപ്പോൾ എക്കണോമിക് ആക്ടിവിറ്റീസ് ആർ കണ്ടോ ഓർഗനൈസ്ഡ് ഇൻ ടു എ സിസ്റ്റം. അപ്പോൾ എക്കണോമിക് ആക്ടിവിറ്റി ഒരു സിസ്റ്റത്തിൽ കൂടെ നമ്മൾ ഓർഗനൈസ് ചെയ്തിരിക്കുകയാണ്. ഓർഗനൈസേഷൻ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റി. വെൻ ദി ഇക്കണോമിക് ആക്ടിവിറ്റീസ് ആർ ഓർഗനൈസ്ഡ് ഇറ്റ് ബിക്കം എ സിസ്റ്റം. അതൊരു സിസ്റ്റമായി മാറും. മനസ്സിലായോ? എക്കണോമിക് ആക്ടിവിറ്റി, യു നോ ദ എക്കണോമിക് ആക്ടിവിറ്റീസ്. വാട്ട് ആർ ദ എക്കണോമിക് ആക്ടിവിറ്റീസ്? പ്രൊഡക്ഷൻ, കൺസംഷൻ അല്ലേ, ഡിസ്ട്രിബ്യൂഷൻ, എക്സ്ചേഞ്ച്, ദീസ് ആർ ദ ഡിഫറെൻറ്റ് എക്കണോമിക് ആക്ടിവിറ്റീസ്. ഇതൊക്കെ പലതരത്തിലുള്ള എക്കണോമിക് ആക്ടിവിറ്റികളാണല്ലോ. വെൻ ദീസ് ഇക്കണോമിക് ആക്ടിവിറ്റീസ് ആർ ഓർഗനൈസ്ഡ് ത്രൂ എ സിസ്റ്റം, it becomes economy or economic system. So economic system is the sum total of arrangements for the production and distribution of goods and services in a society. What is economic system? അങ്ങനെ പറയാം അല്ലേ, സം ടോട്ടൽ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് ഫോർ ദ പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അപ്പോൾ എക്കണോമിക് ആക്ടിവിറ്റീസുകളെല്ലാം ഓർഗനൈസ് ചെയ്ത് വയ്ക്കുകയാണ് നമ്മൾ. അതാണ് സിസ്റ്റം എന്ന് പറയുന്നത്. മറന്നു പോകരുത്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സിസ്റ്റം, എക്കോണമി. നമുക്കതിന് വേറെന്തെങ്കിലും പറയാൻ വേണമെങ്കിൽ ഇക്കോണമി ഈസ് എ സിസ്റ്റം ഇൻ വിച്ച് പീപ്പിൾ മേക്ക് എ ലൈവ്ലിഹുഡ്. അതാണ് അല്ലേ, പീപ്പിളിന് ജീവിക്കണ്ടേ, ജനങ്ങൾക്ക് ജീവിക്കണ്ടേ, നമ്മൾ അല്ലേ, ജീവിതം നമുക്ക് ജീവിക്കണമല്ലോ. അതിനുവേണ്ടി നമ്മൾ എന്താണ് എക്കണോമിക് ആക്ടിവിറ്റിയിൽ എൻഗേജ് ചെയ്യണം അല്ലേ. വി ഷുഡ് എൻഗേജ് ഇൻ എക്കണോമിക് ആക്ടിവിറ്റീസ് ആൻഡ് ഏൺ ഇൻകം ഏൺ ചെയ്യണം, സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഏർപ്പെടണം. അപ്പോൾ അതിനൊരു സിസ്റ്റമുണ്ട്, അതാണ് ഇക്കണോമിക് സിസ്റ്റം. മനസ്സിലായാലും സം ടോട്ടൽ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് അല്ലെങ്കിൽ മേക്ക് എ ലൈവ്ലിഹുഡ്. ജനങ്ങൾ അതുവഴി ഒരു ലൈവ്ലിഹുഡ് ഉണ്ടാവും അല്ലേ. അവിടെ ലൈവ്ലിഹുഡ് ഇസ് ദയർ അല്ലേ, അവിടെ ലൈവ്ലിഹുഡ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ആ സിസ്റ്റത്തിൽ കൂടി. ഓക്കെ, ഇപ്പോൾ ശരിക്കും നമുക്ക് ഈ സിസ്റ്റത്തെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം കേട്ടോ, എക്കണോമിക് സിസ്റ്റംസ്. ശരിക്കും ആദ്യം രണ്ടെണ്ണം ഉണ്ടായിരുന്നു, അതിന് ശേഷമാണ് പിന്നെ മൂന്നാമത്തെ വരുന്നത്. നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ രണ്ടെണ്ണമാണ് കൊടുത്തിട്ടുള്ളത്, പക്ഷെ നമ്മൾ മൂന്നാമത്തെ കൂടെ നമ്മൾ കൊടുക്കണം. ഇപ്പം നമ്മൾ കാണുന്ന ട്രെൻഡാണ് മൂന്നാമത്തെ സിസ്റ്റം. വൺ ഈസ് മാർക്കറ്റ് ഇക്കോണമി. ഫസ്റ്റ് വൺ മാർക്കറ്റ് ഇക്കോണമി അതർവൈസ് കാൾഡ് ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി. അതിനെ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി എന്നും പറയും കേട്ടോ. മാർക്കറ്റ് ഇക്കോണമി മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ. അമേരിക്ക പോലുള്ള രാജ്യങ്ങളല്ലേ അതിന് ഏറ്റവും നല്ല ബെസ്റ്റ് എക്സാമ്പിൾ. അമേരിക്ക ഏറ്റവും നല്ല എക്സാമ്പിൾ, കാനഡ അല്ലേ, ജർമ്മനി, ഓസ്ട്രേലിയ, അതെല്ലാം മാർക്കറ്റ് ഇക്കോണമി, ഫ്രീ മാർക്കറ്റ് ഇക്കോണമി എന്ന് പറയും അതിന്. ഫ്രീ മാർക്കറ്റാണ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഫോഴ്സുകൾക്കാണ് ഇവിടെ പ്രാധാന്യം. മാർക്കറ്റ് ഫോഴ്സസ് ഡിറ്റർമിൻ ദ പ്രൈസസ്, ദാറ്റ് ഇസ് കാൾഡ് പ്രൈസ് മെക്കാനിസം. അതിനെ പ്രൈസ് മെക്കാനിസം എന്ന് പറയും. ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി അല്ലെങ്കിൽ മാർക്കറ്റ് ഇക്കോണമി, ഫ്രീ മാർക്കറ്റ് എന്നും പറയും ഇക്കോണമി അല്ലെങ്കിൽ മാർക്കറ്റ് ഇക്കോണമി. ദെൻ സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി, സോഷ്യലിസ്റ്റ് ഇക്കോണമി. ഇറ്റ് ഈസ് കാൾഡ് സോഷ്യലിസ്റ്റ്. നമ്മളൊരു ടേബിളിൽ കാണിച്ചിരിക്കുന്നത് കണ്ടോ, അവിടെ 3 കാര്യങ്ങൾ കണ്ടോ, 3 ഹെഡിങ് ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് നോക്കൂ, 3 കോളമായി കൊടുത്തിരിക്കുകയാണ്. ഒന്നിൽ എന്താണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്? മാർക്കറ്റ് ഇക്കോണമി. സെക്കൻഡ് സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് ഇക്കോണമി. തേർഡ് മിക്സഡ് ഇക്കോണമി. നമ്മുടെ ഇന്ത്യ ഈസ് എ ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് മിക്സഡ് ഇക്കോണമി. ഓക്കെ, India is the best example of mixed economy. Here we can see a mixture of public and private.
സെക്ടേഴ്സ് അല്ലേ? പ്രൈവറ്റ് ആൻഡ് പബ്ലിക് സെക്ടർ ആർ എക്സിസ്റ്റിംഗ് സൈഡ് ബൈ സൈഡ്. അതാണ് മിക്സഡ് ഇക്കോണമി. ഇന്ത്യ പാകിസ്ഥാനൊക്കെ നല്ല എക്സാമ്പിളാണ് മിക്സഡ് ഇക്കോണമിയുടെ. സോഷ്യലിസ്റ്റ് ഇക്കോണമി ഇപ്പം നമുക്കിപ്പം റഷ്യ പഴയ USSR, എസ്റ്റ് വൈൽ USSR നല്ല എക്സാമ്പിൾ. ചൈന ചൈന ഒരു തല കമാൻഡ് ഇക്കോണമി. ചൈന കമാൻഡ് ഇക്കോണമിയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, സെൻട്രലി പ്ലാൻഡ് എന്ന് പറയുന്നത് ഓരോന്നിനും ഓരോ പ്രത്യേകതകളുണ്ട് അല്ലേ, ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ വാട്ട് ഈസ് മെൻ ബൈ മാർക്കറ്റ് ഇക്കോണമി ഓർ എ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി? കണ്ട ഫീച്ചേഴ്സ്, അതിൻ്റെ കോമൺ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഞാനിവിടെ പറയുകയാണ്. മാർക്കറ്റ് ഇക്കോണമി എന്ന് പറഞ്ഞാൽ ആൾ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആർ ഓൺഡ് ബൈ, അവിടെ എന്താണ്? ആൾ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആർ ഓൺഡ് ബൈ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ്. അവിടെ എല്ലാ മീൻസും ഓൺ ചെയ്യുന്ന പ്രൈവറ്റ് ഇൻഡിവിജ്വൽസാണ്. ഓക്കെ, ബട്ട് ഇൻ എ സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി ഓൾ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആർ ഓൺഡ് ബൈ ഗവൺമെൻറ് ഓർ ദ സെൻട്രൽ പ്ലാനിങ് അതോറിറ്റി. ഇവിടെ സെൻട്രൽ പ്ലാനിങ് അതോറിറ്റിയാണുള്ളത്. അപ്പോൾ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയിൽ പ്രൈവറ്റും മറ്റേത് സെൻട്രൽ പ്ലാനിങ് അതോറിറ്റിയുമാണ്. മനസ്സിലായോ? അപ്പോൾ പിന്നെ ഇവിടെ എന്തായിരിക്കും? മിക്സഡ് ഇക്കോണമി അപ്പോൾ എന്തായിരിക്കും? ശ്രദ്ധിക്കൂ, പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ഓണർഷിപ്പ് ഓഫ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ രണ്ടും കൂടെ കാണും. അപ്പോൾ പ്രൈവറ്റ് ഓണർഷിപ്പ് കാണുന്നത് എവിടെയാണ്? ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയിൽ. പബ്ലിക് ഓണർഷിപ്പ് കാണുന്നത് എവിടെയാണ്? അല്ലെങ്കിൽ സോഷ്യൽ ഓണർഷിപ്പ് എന്ന് പറയാം കാണുന്നത് എവിടെയാണ്? അല്ലെങ്കിൽ ഗവൺമെൻറ് ഓണർഷിപ്പിൽ അല്ലെങ്കിൽ സോഷ്യൽ ഓണർഷിപ്പ് ഉള്ളത് എവിടെയാണ്? സോഷ്യലിസത്തിൽ, അല്ലെങ്കിൽ എന്താ സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി. കേൾക്കും തന്നെ അറിയാം സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി. ഇനി മിക്സഡ് ഇക്കോണമിയിൽ എന്തുണ്ട്? രണ്ടുമുണ്ട്. മിക്സ്ചർ. ഈ മിക്സഡ് ഇക്കോണമി മിക്സ്ചറാണ്. എന്താ രണ്ടും കൂടെ ചേർന്ന് വരും, മിക്സ്ചർ. ബോത്ത് പബ്ലിക് ആൻഡ് പ്രൈവറ്റ്സ് ഓണർഷിപ്പ് ഓഫ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ. അവിടെ മിക്സ്ചർ എന്ന് പറയും. മനസ്സിലായോ? സെക്കൻഡ് വൺ, മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് എ ഫ്രീ മാർക്കറ്റ് ഇക്കോണമി ഓർ എ മാർക്കറ്റ് ഇക്കോണമി ഓർ എ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി ഈസ് മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ്. ലാഭം ഉണ്ടാക്കുക, അത്ര മാത്രമേ അവർക്ക് ലക്ഷ്യമുള്ളൂ. ലാഭേച്ഛ അല്ലേ? അപ്പോൾ സോഷ്യലിസ്റ്റ് ഇക്കോണമി എന്തായിരിക്കും? ലാഭേച്ഛയാണോ? സെൻട്രൽ പ്ലാനിങ് അതോറിറ്റിയാണ് അവിടെ ഉള്ളതല്ലേ? ദർ ഷുഡ് ബി എ സെൻട്രൽ പ്ലാനിങ് അതോറിറ്റി ദെയർ, ഗവൺമെൻറ് ദെയർ. സോ ദ മെയിൻ ഒബ്ജക്റ്റ് ഈസ് മാക്സിമൈസേഷൻ ഓഫ് വെൽഫെയർ. അവിടെ വെൽഫെയർ മാക്സിമൈസേഷനാണ് പ്രധാനയും, അല്ലാതെ പ്രോഫിറ്റ് അല്ല. അപ്പോൾ നമ്മൾ മിക്സഡ് ഇക്കോണമി എന്തായിരിക്കും? രണ്ടും കൂടെ ക്ലബ് ചെയ്തെന്ന് പറഞ്ഞു കൊടുത്താൽ മതി അല്ലേ? മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് ആസ് വെൽ എസ് വെൽഫെയർ, വെൽഫെയർ ആസ് വെൽ എസ് പ്രോഫിറ്റ്. ആദ്യം വെൽഫെയർ തന്നെ പറയാം അല്ലേ? നമ്മുടെ ഇക്കോണമി, നമ്മുടെ ഇന്ത്യൻ ഇക്കോണമിയിൽ അന്ന് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് തന്നെ ജവഹർലാൽ നെഹ്റു, അന്നത്തെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു പറഞ്ഞതാണ്, even though our economy is a mixed economy, we gave more emphasis to socialistic pattern of society. Our society should be a socialistic pattern of society. അല്ലേ? നമ്മൾ എംഫസിസ് കൊടുക്കേണ്ടപ്പോൾ സോഷ്യലിസ്റ്റിക് പാറ്റേണിലാണ്. അപ്പോൾ സോഷ്യലിസ്റ്റിക് പാറ്റേൺ ഓഫ് സൊസൈറ്റിയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഒരു സോഷ്യലിസ്റ്റ് മാതൃകയിലുള്ള സമ്പദ് വ്യവസ്ഥ. അവിടെ പിന്നെ എന്താണ്, മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ ഉണ്ടെങ്കിലും ഊന്നൽ കൊടുക്കേണ്ടത് എംഫസിസ് ഷുഡ് ബി ഗിവൺ ഓൺ സോഷ്യലിസ്റ്റ് ആസ്പെക്ട്സ്. അതിലേക്ക് എംഫസിസ് കൊടുക്കണമെന്ന് അദ്ദേഹം പറഞ്ഞായിരുന്നു അല്ലേ? അപ്പോൾ നമ്മൾ വെൽഫെയറും അതുപോലെ പ്രോഫിറ്റ് മോട്ടിവേഷനും ഉണ്ട്. പബ്ലിക്കിൻ്റെ ഭാഗത്ത് വെൽഫെയർ, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് വെൽഫെയർ, അതേസമയം പ്രൈവറ്റ് എൻ്റർപ്രൈസുകളുടെ ഭാഗത്ത് പ്രോഫിറ്റ് മോട്ടിവേഷൻ. കാരണം പ്രൈവറ്റ് എൻ്റർപ്രൈസുകളിവിടെ ഉണ്ടല്ലോ, പ്രൈവറ്റ് ഫേംസുകളിവിടെ ഉണ്ടല്ലോ, സ്വകാര്യ സംരംഭങ്ങളും ഉണ്ടല്ലോ അല്ലേ? അപ്പോൾ അത് അവർ പ്രോഫിറ്റും, അതേസമയം ഗവൺമെൻറ്, ഇപ്പോൾ ഗവൺമെൻറ് ആശുപത്രി ചെയ്തിരിക്കും, ഒരു ഹോസ്പിറ്റൽ എടുക്കുക, മെഡിക്കൽ കോളേജ് ആൻഡ് അനദർ പ്രൈവറ്റ് ഹോസ്പിറ്റൽ എടുത്തോ. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. മെഡിക്കൽ കോളേജിൽ ലക്ഷ്യം ഒരിക്കലും അല്ലേ എന്തല്ല, ലാഭമല്ല. പക്ഷേ മറ്റൊരു ട്രീറ്റ് ചെയ്ത് കൊടുക്കുന്ന നല്ല വേണം, പക്ഷേ ലാഭം ഉണ്ടാകും അല്ലേ പ്രൈവറ്റ് ഹോസ്പിറ്റലുകാർ. മനസ്സിലായില്ല? അപ്പോൾ അതുപോലെയാണ്. അപ്പോൾ അവർക്ക് ലാഭമാണ്, മറ്റവർക്കതല്ല. ഓക്കെ, ഇനി ഓൾ ഉണ്ടോ ഇക്കണോമിക് പ്രോബ്ലംസ് ആർ സോൾവ്ഡ് ബൈ പ്രൈസ് മെക്കാനിസം ഇൻ മാർക്കറ്റ് ഇക്കോണമി. മാർക്കറ്റ് ഇക്കോണമി പ്രോബ്ലം എല്ലാം സോൾവ് ചെയ്യുന്നത്, ഇക്കണോമിക് പ്രോബ്ലം, അത് ദാറ്റ് ഇസ് എ മെയിൻ ക്വസ്റ്റ്യൻ. വിച്ച് മെക്കാനിസം സോൾവ്സ് സെൻട്രൽ പ്രോബ്ലംസ് ഇൻ എ മാർക്കറ്റ് ഇക്കോണമി? ദാറ്റ് ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ദാറ്റ് മേ ആസ്ക് ഇൻ ദ എക്സാമിനേഷൻ. എക്സാമിന് ചോദിക്കാവുന്ന നല്ലൊരു ക്വസ്റ്റ്യനാണ്.
Which mechanism solves central problems? What to produce, how to produce, for whom to produce. These are three central problems that we already learned. അത് സോൾവ് ചെയ്യുന്ന പ്രൈസ് മെക്കാനിസം. എന്താണ് ഈ പ്രൈസ് മെക്കാനിസം? ദാറ്റ് ഇസ് എ പ്രോസസ്. ഇറ്റ് ഇസ് എ പ്രോസസ് ബൈ വിച്ച് പ്രൈസ് ഇസ് ഡിറ്റർമൈൻഡ് ബൈ ദ ഇൻ്ററാക്ഷൻ ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. കണ്ട ഇങ്ങനെ പോകും, എൻ്റെ കൈ കാണിച്ചിരിക്കുന്ന പോലെ. ഡിമാൻഡ് സപ്ലൈ കൂടെ ഇങ്ങനെ ഇൻട്രാക്ഷൻ വരും, രണ്ടും കൂടെ എന്താണ് ഇൻട്രസെക്റ്റ് ചെയ്യും. ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഇൻട്രസെക്റ്റ് ചെയ്തുകൊണ്ട് ഒരു പ്രൈസ് ഡിറ്റർമിൻ ചെയ്യും. അതിന് ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയും. അതാണ് പ്രൈസ് മെക്കാനിസം, വില സംവിധാനം. ഡിമാൻഡ് സപ്ലൈ ഫോഴ്സുകളാണ് വില നിർണ്ണയിക്കുന്നത്. പ്രൈസ് മെക്കാനിസം എന്ന് പറയും. മാർക്കറ്റ് ഫോഴ്സുകളാണ്, അതാണ് പ്രൈസ് മെക്കാനിസം. മറക്കരുത്. വില സംവിധാനം ആണ് അവിടെ എന്ത് ചെയ്യുന്നത്? സെൻട്രൽ പ്രോബ്ലം സോൾവ്. വിച്ച് മെക്കാനിസം സോൾവ് സെൻട്രൽ പ്രോബ്ലം? പ്രൈസ് മെക്കാനിസം ഇൻ എ മാർക്കറ്റ് ഇക്കോണമി. ഓക്കെ, ദെൻ ദ സെയിം ദർ ഇസ് ആൾസോ അനദർ മെക്കാനിസം. എന്താണ്? അപ്പോൾ ഇവിടെ ഈ മെക്കാനിസം പോലെ വേറൊരു മെക്കാനിസം ഉണ്ട്, ഗവൺമെൻറ് അല്ലേ. ഇവിടെ ഗവൺമെൻറ് മെക്കാനിസമാണ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് പറയാം സെൻട്രൽ അതോറിറ്റി, സെൻട്രൽ പ്ലാനിങ് അതോറിറ്റി. നമുക്ക് സെൻട്രൽ പ്ലാനിങ് അതോറിറ്റി ഉണ്ട് അല്ലേ. നമ്മൾ 1950 വരെ നമുക്ക് പ്ലാനിങ് കമ്മീഷൻ ഉണ്ടായിരുന്നു അല്ലേ. പ്ലാൻ ഉണ്ട്. അത് 2015 ആയപ്പോൾ നിതി ആയോഗായത്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിങ് ഇന്ത്യ അല്ലേ, പുതിയതായി പ്ലാനിങ് കമ്മീഷൻ റീപ്ലേസ് ചെയ്ത് കൊണ്ടുവന്നു. ഒരു അതോറിറ്റി ഉണ്ട് അവിടെ, ഒരു പ്ലാനിങ് അതോറിറ്റി അല്ലെങ്കിൽ സെൻട്രൽ പ്ലാനിങ് അതോറിറ്റി അവിടെ ഉണ്ട്. ഗവൺമെൻറ്റാണ് അവിടെ പ്രോബ്ലത്തെ സോൾവ് ചെയ്യുന്നത്. അപ്പോൾ സെൻട്രൽ പ്രോബ്ലംസ് ആർ സോൾവ് ബൈ ഗവൺമെൻറ് ഇൻ എ സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി. കണ്ടോ? ഇനി മിക്സഡ് ഇക്കോണമി, ബോത്ത് ആർ ദെയർ. കണ്ടോ? ഗവൺമെൻറ് അപ്പോൾ പ്രൈസ് മെക്കാനിസം ഉണ്ട്, ഗവൺമെൻറ് മെക്കാനിസം രണ്ടും ഉണ്ട് ഇവിടെ അല്ലേ. മാർക്കറ്റ് ഈസ് ദെയർ, മാർക്കറ്റ് ഫോഴ്സസ് ആർ ദെയർ, ആൻഡ് ആൾസോ എ സ്ട്രോങ് ഗവൺമെൻറ് ഈസ് ദെയർ, അല്ലെങ്കിൽ എ സെൻട്രൽ പ്ലാനിങ് അതോറിറ്റി ഈസ് ദെയർ ഇൻ എ മിക്സഡ് ഇക്കോണമി ടു സോൾവ് ദ ബേസിക് ഇക്കണോമിക് പ്രോബ്ലംസ്. കണ്ടോ? അപ്പോൾ ഈ 3 പ്രധാന പോയിന്റുകളെ ബേസ് ചെയ്യുക അപ്പോൾ നമുക്ക് പറയാൻ സാധിക്കും. കണ്ടോ? അപ്പോൾ അവിടെ ശ്രദ്ധിക്കുക അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞ പോയിന്റുകൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് അല്ലേ, ശ്രദ്ധിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇത്രയാണ് നമുക്കിതിൽ പഠിക്കണം. അപ്പോൾ ഇത് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഈ 3 പോയിന്റുകൾ വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഇത് ചിലപ്പോൾ എക്സാമിന് ചോദിച്ചാലേ ഫീച്ചേഴ്സ്, ടി ഫീച്ചർ അങ്ങനെ ചോദിച്ചിട്ട് 2 ഫീച്ചേഴ്സ്, 3 ഫീച്ചേഴ്സ് അല്ലെ 2-3 ഫീച്ചേഴ്സ് എഴുതാൻ പറയുമ്പോൾ നിങ്ങൾ എഴുതി കൊടുക്കണം. അപ്പോൾ ഇക്കണോമിക് പ്രോബ്ലം സോൾവ് ചെയ്യുന്ന മെക്കാനിസം എന്താണെന്ന് മനസ്സിലാക്കി വെച്ചോളുക. അപ്പോൾ ഇതാണ് സെൻട്രലി പ്ലാൻഡ് അല്ല മാർക്കറ്റ് ഇക്കോണമി, സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി, മിക്സഡ് ഇക്കോണമി. ഓക്കെ, മറക്കരുത്. ഇനി ഇതിൽ കുറേ ക്വസ്റ്റ്യൻസ് കൊടുത്തേക്കുന്നുണ്ടോ? ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ടേ. കണ്ടോ? ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം. ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ, നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് കൊള്ളണം. മനസ്സിലായില്ലേ? ഒരു ക്വസ്റ്റ്യൻ ഞാൻ 1-2 ഞാൻ ആദ്യം പറഞ്ഞിരുന്നു. മൈക്രോ എക്കണോമിക്സ് ഈസ് ആൾസോ കാൾഡ് ഡാഷ്. ചിലപ്പോൾ അത് മൾട്ടിപ്പിൾ ചോയ്സ് ആയിരിക്കും. ഞാൻ ഇവിടെ മൾട്ടിപ്പിൾ ചോയ്സ് കൊടുത്തിട്ടില്ല. മൾട്ടിപ്പിൾ അതിൻ്റെ ആൻസർ MCQ എന്ന് പറയും, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. പക്ഷേ നമ്മുടെ ഒരു ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് എന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. മൈക്രോ എക്കണോമിക്സ് ആൾസോ കാൾഡ് അറിയാലോ നിങ്ങൾക്ക്, പ്രൈസ് തിയറി അല്ലേ. ചിലപ്പോൾ ബ്രാക്കറ്റ് കാണും, പ്രൈസ് തിയറി, ഇൻകം തിയറി, പ്രൈസ് ആൻഡ് ഇൻകം തിയറി എന്നൊക്കെ കാണും. അപ്പോൾ നിങ്ങൾ പ്രൈസ് തിയറി. ഇനി മാക്രോ എക്കണോമിക്സ് ആൾസോ കാൾഡ് എന്താ? ഇൻകം തിയറി. ഹു ഇസ് ദ ഫാദർ ഓഫ് മോഡേൺ മാക്രോ എക്കണോമിക്സ്? മോഡേൺ മാക്രോ എക്കണോമിക്സിൻ്റെ ഫാദർ ആര് പറഞ്ഞു തന്നു? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലേ, അറിയാമല്ലോ. ജോയിം കെയ്ൻസ്. വിച്ച് ഈസ് ദ സെൻട്രൽ പ്രോബ്ലം റിലേറ്റഡ് ടു ദ ചോയ്സ് ഓഫ് ടെക്നോളജി? ചോയ്സ് ഓഫ് ടെക്നോളജി വരുന്ന സെൻട്രൽ പ്രോബ്ലം ഏതാണ്? അറിയാവുന്നത് ചോയ്സ് ഓഫ് ടെക്നോളജി സെൻട്രൽ പ്രോബ്ലം. 3 സെൻട്രൽ പ്രോബ്ലംസ് ആർ ദെയർ. വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. അപ്പോൾ ഇത് ചോയ്സ് ഓഫ് ടെക്നോളജി അല്ലേ. ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നോളജി ഓർ ലേബർ ഇൻറ്റൻസീവ് ടെക്നോളജി. അത് വരുന്ന ഏതിലാണ്? ഹൗ ടു പ്രൊഡ്യൂസ് അതാണ് അല്ലയോ. ഇനി സെൻട്രൽ പ്രോബ്ലംസ് റിലേറ്റഡ് ടു ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഈസ് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്, ഫോർ ഹൂം ഡിസ്ട്രിബ്യൂഷൻ പ്രോബ്ലം. കണ്ടോ? ഇനി അതുപോലെ ഇത് ശ്രദ്ധിക്കുക. ക്ലാസിഫൈ ദ ഫോളോയിങ് കോൺസെപ്റ്റ്സ് ഇൻറ്റു മൈക്രോ മാക്രോയോട് തരംതിരിക്കണം. ഇൻകം ഓഫ് അരവിന്ദ്, മിസ്റ്റർ അരവിന്ദിന് കിട്ടുന്ന ഇൻകം. ഇതൊക്കെ എക്സാമിന് ചോദിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ് പെടുത്തത്. അരവിന്ദിന് കിട്ടുന്ന ഇൻകമാണ്, ഇൻഡിവിജ്വൽ യൂണിറ്റാണ് അരവിന്ദ് അല്ല. ഇൻഡിവിജ്വൽ യൂണിറ്റ് സ്റ്റഡി എന്താണ്? വിച്ച് ഈസ് സ്റ്റഡി ഓഫ് ഇൻഡിവിജ്വൽ യൂണിറ്റ്, ദാറ്റ് ഈസ് മൈക്രോ എന്നാണ്. അരവിന്ദിന് കിട്ടുന്ന ഇൻകം മാത്രം. ജനറൽ പ്രൈസ്, ജനറൽ കണ്ടോ, അവിടെ ജനറൽ എന്ന വാക്കുണ്ട്, മനസ്സിലായിക്കോണം. അപ്പോൾ മാക്രോ. ആഗ്രിഗേറ്റ് കണ്ടോ, മാക്രോ. ഡിമാൻഡ് ഫോർ എ പെൻ, ഒരു പേനയുടെ ഡിമാൻഡ്, ഒരു പേന ഇൻഡിവിജ്വലി. യൂട്ടിലിറ്റി ഓഫ് എ കമോഡിറ്റി
യൂട്ടിലിറ്റി എന്ന് പറയുമ്പോൾ അത് ഇൻഡിവിജ്വൽ. സ്റ്റഡി ഓഫ് എ ഫേം ഇൻഡിവിജ്വൽ. കൺസ്യൂമർ ബിഹേവിയർ അതും ഇൻഡിവിജ്വൽ ബിഹേവിയർ, കൺസ്യൂമറിൻ്റെ ബിഹേവിയറാണ്. പ്രൊഡ്യൂസർ ബിഹേവിയർ, കൺസ്യൂമർ ബിഹേവിയർ, അതെല്ലാം മൈക്രോ. ഫിസ്ക്കൽ പോളിസി ഗവൺമെൻറ് പോളിസി. ഫിസ്ക്കൽ പോളിസി ഓഫ് ദ ഗവൺമെൻറ് ബഡ്ജറ്റ്. കണ്ടോ, ഗവൺമെൻറ് ബഡ്ജറ്റ് ഓരോ വർഷം ബഡ്ജറ്റ് അല്ലേ കൊണ്ടുവരും. സ്റ്റേറ്റ്മെൻറ്റാണ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ, വിച്ച് ഷോസ് ദ ആൻറ്റിസിപ്പേറ്റഡ് റെസീപ്റ്റ്സ് ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് ഗവൺമെൻറ് ഇൻ എ ഫിസ്ക്കൽ ഇയർ, ഇൻ എ ഫിനാൻഷ്യൽ ഇയർ. ദാറ്റ് ഇസ് ബഡ്ജറ്റ്. ഗവൺമെൻറ് കൊണ്ടുവരുന്ന ബഡ്ജറ്റ് ഫെബ്രുവരി 1 ഇപ്പോൾ എല്ലാ വർഷവും ഫെബ്രുവരി 1 ബിഗിനിങ്ങിലാണ് ബഡ്ജറ്റ് കൊണ്ടുപോകുന്നത്. ഇതിനു മുമ്പാണെങ്കിൽ ഫെബ്രുവരി അല്ലേ എൻഡിലാണ് കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. 28 അന്ന് കൊണ്ടുവരും. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല, ഫെബ്രുവരി 1 തന്നെ ബഡ്ജറ്റ് പ്രഖ്യാപിക്കണം. നമ്മുടെ പുതിയ നിയമമാണത്. ആഗ്രിഗേറ്റ് സപ്ലൈ കണ്ടോ, ആഗ്രിഗേറ്റ് ഇത് കണ്ട് തരംതിരിക്കണം. ഇനി പോസിറ്റീവ് നോമിനേറ്റീവായിട്ട് തരംതിരിക്കണം. പോസിറ്റീവ് എന്ന് പറയുമ്പോൾ ഫാക്ട്സുകൾ, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫാക്ട്സ്. നോമിനേറ്റീവ് എന്ന് പറയുമ്പോൾ നോംസ് കാണും. വാട്ട് ഷുഡ് ബി, ഓട്ട് ടു ബി എന്ന് കാണും. കണ്ടോ, ഇന്ത്യ ഈസ് എ മിക്സഡ് ഇക്കോണമി, ഇറ്റ് ഇസ് എ ഫാക്ട്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫാക്ട്. ഇന്ത്യ ഒരു മിക്സഡ് ഇക്കോണമി, ശരിയല്ലേ? അത് കറക്റ്റാണ്, ഫാക്റ്റാണ്, വസ്തുതയാണ് അല്ലേ. അപ്പോൾ അവിടെ ഒബ്ജക്റ്റിവിറ്റി കാണും പോസിറ്റീവ്, മറ്റേ സബ്ജക്റ്റിവിറ്റി ആയിരിക്കും. അതാണ് നല്ല പ്രത്യേകത. ഏതില്ല, നോമിനേറ്റീവിലും അല്ലേ. വെൽഫെയർ ആസ്പെക്ട്സ് കാണും, എത്തിക്സ് കാണും അല്ലേ, പോളിസി കാണും, സജഷൻസ് കാണും. കണ്ടോ, പ്രോബ്ലം ഓഫ് പോവർട്ടി ഷുഡ് ബി ഇറാഡിക്കേറ്റഡ്. കണ്ടോ, ഷുഡ് ബി ഇറാഡിക്കേറ്റഡ്. അപ്പോൾ ഇതെന്തായിരിക്കും? കണ്ടോ, ഷുഡ് ബി. ഇത് ഇറാഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ ദൂരീകരിക്കുക അല്ലേ, മലയാളം ദൂരീകരിക്കുക എന്ന് പറയും. അപ്പോൾ ഈ പോവർട്ടി, ദാരിദ്ര്യം ദൂരീകരിച്ചേ മതിയാകൂ അല്ലേ. ഷുഡ് ബി ഇറാഡിക്കേറ്റ്. അപ്പോൾ പ്രോപ്പർ പോളിസി ഷുഡ് ബി ഇംപ്ലിമെൻറ്റഡ് ടു ഇറാഡിക്കേറ്റ് പോവർട്ടി ഇൻ അവർ കൺട്രി. ദാരിദ്ര്യം മാറ്റാനായിട്ട് ഉള്ള പ്രോപ്പർ പോളിസികൾ കൊണ്ടുപോകുക. വേണ്ട ഈ ക്വസ്റ്റ്യൻസ് ഇനിയും